സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്ട്രെസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്ട്രെസ് എന്ന് പറയുന്നത് പല രീതിയിലുള്ള സ്ട്രെസ്സുകളുണ്ട്. സ്ട്രെസ് ആദ്യം എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഒരു പ്രത്യേക സമയത്ത് പ്രതികരിക്കുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. എല്ലാ സിറ്റുവേഷനും നമുക്ക് സ്ട്രെസ് ആയിരിക്കണമെന്നില്ല. ഒരേ സിറ്റുവേഷൻ തന്നെ സ്ട്രെസ് ആയിരിക്കും, സ്ട്രെസ് അല്ലാതിരിക്കാം. അപ്പം സ്ട്രെസ് ആകുന്ന സമയം ചിലർക്ക് സ്ട്രെസ് ആയിരിക്കുകയില്ല. എനിക്ക് സ്ട്രെസ് ആകുന്ന ഒരു കാര്യം അതേ കാര്യം വേറൊരു സമയത്ത് എനിക്ക് സ്ട്രെസ് ആയിട്ട് തോന്നണമെന്നില്ല. അതുപോലെ തന്നെ എനിക്ക് സ്ട്രെസ് ആയിരിക്കുന്ന കാര്യം വേറൊരാൾക്ക് സ്ട്രെസ് ആകണമെന്നില്ല ഒരേ സമയത്ത്. ഇപ്പം രണ്ട് രീതിയിൽ എടുക്കാം. സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം, നമ്മുടെ ബോഡി ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രതികരിക്കുന്നതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അത് പലർക്കും പല രീതിയിലാകാം. അപ്പോൾ ഒരു കാര്യം എനിക്ക് സ്ട്രെസ് ആണെങ്കിൽ ആ കാര്യം വേറൊരാൾക്ക് സ്ട്രെസ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ എനിക്ക് സ്ട്രെസ്സായ ഒരേ കാര്യം അടുത്ത സമയത്ത് എനിക്ക് സ്ട്രെസ് ആകണമെന്നുമില്ല. ഉദാഹരണത്തിന് നമ്മളൊരു കൃഷി ഇറക്കിയിട്ട് അതിൻ്റെ വിളവെടുത്ത് നമ്മൾ കണ്ടത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്, പാടത്തിൻ്റെ മുകളിൽ നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്കൊരു മഴ പെയ്തുന്നിരിക്കട്ടെ. ഞാൻ വിളവെടുത്ത് കണ്ടത്തിൻ്റെ മുകളിൽ വിളവ് വെച്ചിരിക്കുന്ന സമയത്ത് നല്ല ഒരു മഴ വരികയാണെങ്കിൽ ആ മഴ എനിക്ക് സ്ട്രെസ്സാകും. അതേസമയം വിളവിറക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ, അയാൾക്ക് അത് സ്ട്രെസ് ആയിരിക്കുകയില്ല. അപ്പോൾ ഒരേ സാഹചര്യം രണ്ട് പേർക്ക് രണ്ട് രീതിയിലായിരിക്കും. ഒരാൾക്ക് സ്ട്രെസ് ആയിരിക്കും, ഒരാൾക്ക് സ്ട്രെസ് അല്ലാതിരിക്കാം. അതേ രീതിയിൽ തന്നെ ഇതേ മഴ ഞാൻ വിളവെടുക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് സ്ട്രെസ്സും, അത് വിളവിറക്കുന്ന സമയത്താണെങ്കിൽ അത് സ്ട്രെസ് അല്ലാതിരിക്കും. അപ്പം ഒരു സാഹചര്യം തന്നെ ഒരാൾക്ക് സ്ട്രെസ് ആകാം, സ്ട്രെസ് ആകാതിരിക്കാം. ഒരേ സാഹചര്യം തന്നെ രണ്ട് പേർക്ക് രണ്ട് രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്. അതായത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഏത് നമ്മുടെ ബോഡി എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് അനുസരിച്ചാണ് നമ്മളതിനെ സ്ട്രെസ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുക. സോറി, AC ഒന്ന് കൂട്ടു. അതാണ് സ്ട്രെസ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സ്ട്രെസ് പല രീതിയിലുള്ള സ്ട്രെസ് ഉണ്ട്. അതായത് സ്ട്രെസ് എന്ന് ആദ്യം പറയുന്നത് ആ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ചുറ്റുപാടുകളുടെ ഫോഴ്സ്, ചുറ്റുപാടുകൾ നമ്മളെ എങ്ങനെ പ്രതികരിക്കാൻ ശ്രമിക്കുന്നു. അപ്പം ആ ഈവൻസിനെ നമ്മൾ എങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അത് ആസ് എ ത്രെട്ടൻ നമുക്കത് എങ്ങനെ പ്രശ്നമാണെന്ന് കാണുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ അതിനെ സ്ട്രെസ് ആയിരിക്കുക. അപ്പം നമ്മൾ അതിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ അതിന് ഇത് ചെയ്യുന്നു, നമ്മൾ പ്രതികരിക്കുന്നു, അതായത് എക്സിസ്റ്റൻസ് എങ്ങനെ നമ്മൾ എൻവയോൺമെൻറ്റുമായിട്ട് അതിനെ ചേരുന്നു, അതിനെ നമ്മൾ പ്രതികരിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് സ്ട്രെസ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുക. അപ്പം ഇത് എൻവയോൺമെന്റൽ ഈവൻസ് ഓർ ഫോഴ്സസ് കോൾഡ് സ്ട്രെസ്സസ് ത്രെട്ടൻ ഓർഗൻസ് എക്സിസ്റ്റൻസ് ആൻഡ് വെൽബീയിങ്. അപ്പം ഏത് സാഹചര്യങ്ങളാണോ നമ്മളെ സ്ട്രെസ് ആക്കുന്നത്, അതിനെ ത്രെട്ടൻ ആക്കുന്നത്, ആ ഓർഗൻസിന്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്നത്, അതിനെ ഓവർകം ചെയ്യുന്നത് നമ്മൾ എങ്ങനെ പ്രതികരിക്കും, അതാണ് നമ്മൾ ഈ ദിവസം നമ്മൾ പഠിക്കുക. അപ്പം നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത് എറോസൽ ഓഫ് മൈൻഡ് ആൻഡ് ബോഡി, അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കൂടെ പ്രതികരണമാണ്. അപ്പം എനിക്ക് തോന്നണം ആ സാഹചര്യം എനിക്ക് സ്ട്രെസ്സാണ് എന്ന് എനിക്ക് തോന്നണം, ഇല്ലെങ്കിൽ അത് സ്ട്രെസ് ആയിരിക്കില്ല. അപ്പോൾ ഒരിക്കലും ഞാൻ പറയാം, സ്ട്രെസ് എന്ന് പറയുന്നത് ബോഡിയുടെ പ്രതികരണമാണ്, ഒരു സാഹചര്യത്തിൽ ബോഡിയുടെ പ്രതികരണമാണ് അതിൻ്റെ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എൻവയോൺമെൻറ്റ് സ്ട്രെസ് ഉണ്ടാക്കുന്നത് ചുറ്റുപാടുകളാകാം, അതല്ലെങ്കിൽ നമുക്ക് സാഹചര്യങ്ങളാകാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഘടനകളാകാം. നമ്മൾ പല രീതിയിലായിരിക്കാം സ്ട്രെസ് ഉണ്ടാക്കുന്നത്. അപ്പം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രതികരണം എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ സ്ട്രെസ്സായിട്ട് വെക്കുക. അപ്പോൾ സ്ട്രെസ് ഉണ്ടാക്കുന്നത് രണ്ടായിട്ടാണ്, ഫിസിക്കൽ ആൻഡ് ശാരീരികവും മാനസികവും ചുറ്റുപാടുകളും. ആദ്യം പറഞ്ഞ പോലെ നമ്മൾ മനസ്സിൻ്റെതും ശരീരത്തിൻ്റെയും ചുറ്റുപാടുകളുമാണ്. ഇതാണ് സ്ട്രെസ്സസ് ഉണ്ടാക്കുന്നത്. സ്ട്രെസ്സസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അത് മനസ്സിൻ്റെ ആകാം, ശരീരത്തിൻ്റെ ആകാം, ചുറ്റുപാടുകളുടെ ആകാം. അതുകൂടാതെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാകാം. അപ്പം സ്ട്രെസ്സസ് എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കലാകാം, സൈക്കോളജിക്കലാകാം, എൻവയോൺമെൻറ്റലാകാം, സോഷ്യലാകാം, ലൈഫ് ഇവൻറ്റ്സ് ആകാം. അപ്പം ഫിസിക്കൽ നമ്മുടെ ശാരീരികമായിട്ട് എന്തെങ്കിലും നമ്മളെ ബാധിക്കുന്നതാണെങ്കിൽ അതിന് മാനസികമായിട്ട് നമ്മളത് ചെയ്യുന്നത് ചുറ്റുപാടുകളുണ്ടാകുന്ന മാറ്റമാകാം,
സൊസൈറ്റിയിലുണ്ടാകുന്ന മാറ്റം ലൈഫ് ഇവൻറ്റ്സ് ആകാം. അപ്പോൾ ഇതാണ് സ്ട്രെസ്സേഴ്സിനെ തിരിച്ചിരിക്കുന്നത്. അതായത് സ്ട്രെസ് ഉണ്ടാക്കുന്നതിനെ കാറ്റഗറൈസ് ഫിസിക്കൽ, ശാരീരികം, മാനസികം, ചുറ്റുപാടുകൾ, സമൂഹം അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന ഈവൻസുകൾ. അപ്പോൾ സ്ട്രെസ്സിന് പല സിംറ്റംസ് ഉണ്ടാകും. സ്ട്രെസ് ഉണ്ടാകും നമ്മൾ എങ്ങനെ പ്രതികരിക്കും? അപ്പം ആദ്യം പറഞ്ഞ് സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ. സ്ട്രെസ് എന്താണ്, സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ സ്ട്രെസ്സിൻ്റെ സിംറ്റംസ് എന്താണ്. അപ്പോൾ സ്ട്രെസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളോട് നമ്മൾ നോക്കുമ്പോഴത്തെ പല കാര്യങ്ങളും നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാം. ഒന്ന്, നമ്മുടെ ഫ്രസ്ട്രേഷൻ സ്ട്രെസ് ഉണ്ടാക്കാം. നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നതാണ്. ആദ്യത്തെ നമുക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ, നമ്മുടെ എന്തെങ്കിലും ജീവിതം ഒരു ഗോള്, അഭിലാഷം നമ്മൾ വെക്കുക, അതിന് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബ്ലോക്ക് വരിക, അതിനെ നമുക്ക് നേരിടാൻ പറ്റാതെ വരിക. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുന്നു, ആ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് വേറെ പെട്ടെന്ന് പറയും അത് പോകാൻ പറ്റുന്നില്ല, ഒരു മഴ പെയ്തു, നമുക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പം ഇത് നമ്മുടെ ഗോളിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. അത് നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകും, ഫ്രസ്ട്രേഷൻ സ്ട്രെസ് ഉണ്ടാകും. പിന്നെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കാം, അഭിപ്രായ പ്രശ്നങ്ങൾ. അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലുമായിട്ട് രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായം, എൻ്റെ മനസ്സിൻ്റെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളാണ്, രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, അത് സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ്. ഇനി കൂടാതെ നമ്മൾ എന്തെങ്കിലും ഒരു ലൈഫ് ഈവൻറ്റ്സ്, ലൈഫിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന സംഗതികൾ, നമ്മൾ അവിചാരിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാം. ലൈഫ് ഈവൻറ്റ്, സോഷ്യൽ ചേഞ്ചസ് വേണമെങ്കിൽ ഉണ്ടാക്കാം. സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് പെട്ടെന്ന് നമുക്കൊരു മാറ്റം വരും. ഇപ്പം നമ്മളുണ്ടാകുന്ന ഒരു ബന്ധു വരും, അത് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റമാണ്. അതല്ല നമ്മൾ പറയും എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സോഷ്യൽ ചേഞ്ചസ് നമുക്ക് ഉണ്ടാക്കുക. പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ് പറയും ഒരു പുതിയ നിയമങ്ങൾ കൊണ്ടുവരിക, നമുക്കത് മാറിയെടുക്കാൻ ആ ചേഞ്ചിങ് സമയം നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നതാകാം. ഇനി എന്തെങ്കിലും ഈവൻറ്റ്സ് നമുക്കുണ്ടാകും. നമ്മുടെ ഈവൻറ്റ്സ് എന്ന് പറയുമ്പോൾ പല ഈവൻറ്റ്സ് നമ്മൾ എടുക്കേണ്ടി വരും. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സമൂഹത്തിലുണ്ടായിരുന്ന സാമൂഹിക മാറ്റങ്ങളാകാം, സാമ്പത്തികമാകാം. അപ്പം കോൺഫ്ലിക്റ്റുകളുണ്ട്, ഫിനാൻഷ്യൽ ക്രൈസിസ് ആകാം, എക്കണോമിക്കൽ ക്രൈസിസ് ആകാം സ്ട്രെസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതുപോലെ സ്ട്രെസ് ഉണ്ടാക്കാം. അപ്പം ഇതിന് സിംറ്റംസ് ഉണ്ട്, ഫിസിക്കൽ സിംറ്റംസ്. എന്തൊക്കെയാണ്? ശാരീരികമായ മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കാം. സ്ട്രെസ്സിന് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഫിസിക്കലായിട്ടുണ്ടാകും. നമ്മൾ ഫേസ് ചേഞ്ച് ചെയ്യാം, മുഖം ചേഞ്ച് ചെയ്യാം, ശബ്ദങ്ങൾ വിറയ്ക്കാം, നമ്മൾ തളർന്നു പോകുന്ന പോലെ ആകാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്തെക്കുറിച്ച് അർജുനൻ്റെ നമ്മൾ ഗീതോപദേശത്തിൽ വ്യക്തമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആങ്സൈറ്റിയെ കുറിച്ച്, സ്ട്രെസ് ഉണ്ടാകുന്നത്. അപ്പോൾ മെയ്യും തളർന്നു, അർജുനൻ കൃഷ്ണനോട് പറയുന്നുണ്ട്, എൻ്റെ ശരീരം തളർന്ന് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ശരീരം തളർന്ന് സ്ട്രെസ് ഉണ്ടായി, സിറ്റുവേഷൻ ഉണ്ടായി, യുദ്ധം ചെയ്യേണ്ട സമയമാണ്. അപ്പം യുദ്ധം ജയിക്കോ തോക്കുമോ എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. യുദ്ധം ചെയ്യേണ്ട ആൾക്കാരെ കണ്ടു സ്ട്രെസ് ഉണ്ടാക്കി. കാരണം ഞാൻ എൻ്റെ പിതാമഹന്മാരോട്, എൻ്റെ ബന്ധുക്കളോട്, ഗുരുജനങ്ങളോട്, ഇവരോടൊക്കെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ട്രെസ് ഉണ്ടായി, താഴെ ഇരുന്നു. എന്താ ചെയ്തത്? നേരെ തേരിൽ നിന്ന് താഴെ ഇറങ്ങി തളർന്നു. അപ്പോൾ ഫിസിക്കൽ ചേഞ്ചസാണ്, തളർന്നിരിക്കുക, ശബ്ദം വരുന്നില്ല, കരച്ചിൽ വരുന്നു, എനിക്കൊന്നും ശബ്ദിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നോക്കാൻ പറ്റുന്നില്ല എന്ന് അർജുനൻ പറഞ്ഞു. ഇറ്റ്സ് എ ഫിസിക്കൽ സിംറ്റംസ്. എമോഷണൽ, വൈകാരികമായ ചിന്ത, കരച്ചിൽ വരിക, നമുക്ക് അല്ലെങ്കിൽ സ്ട്രെസ് വരിക, ഡിപ്രഷൻ ഉണ്ടാകുക, നമുക്ക് സങ്കടം വരിക, എമോഷൻസ് എന്ത് വേണമെങ്കിലും ആകാം. ചിലപ്പോൾ ദേഷ്യം വരുന്നതാകാം, സ്ട്രെസ്സിന് ദേഷ്യം വരുന്നതാകാം, എമോഷണൽ സിംറ്റംസ് ആകാം. ദെൻ സൈക്കോളജിക്കൽ സിംറ്റംസ്, ബിഹേവിയറൽ സിംറ്റംസ്, സൈക്കോളജിക്കൽ, മാനസികമായിട്ടുള്ള പ്രശ്നം, വൈകാരികവും മാനസികവും. അപ്പോൾ വൈകാരികം എന്ന് പറയുന്നത് നമ്മൾ കാണിക്കാം, ദേഷ്യം വരാം, ചിലപ്പോൾ നമ്മൾ അജിറ്റേറ്റഡ് ആകാം, അതൊക്കെ എമോഷണൽ നമ്മൾ വരുന്നത്. സൈക്കോളജിക്കൽ ഡിപ്രഷൻ ഉണ്ടാകാം, ആങ്സൈറ്റി ഉണ്ടാകാം, ബിഹേവിയർ ഉണ്ടാകാം. ബിഹേവിയർ അർജുനൻ പറഞ്ഞല്ലോ, തളർന്നിരിക്കുക, ആയുധമൊക്കെ താഴെ വെക്കുക, യുദ്ധത്തിന് തയ്യാറെടുക്കാൻ പറ്റാതെ വരിക. അപ്പം ഫിസിക്കൽ, എമോഷണൽ, സൈക്കോളജിക്കൽ, ബിഹേവിയർ, ഇത്രയും ആണ് സിംറ്റംസ് സ്ട്രെസ് കാണിക്കുക. അപ്പം എന്തൊക്കെയാണ് സോഴ്സസ്? ആദ്യം പറഞ്ഞു സോഴ്സസ് എന്തൊക്കെയാണ് ഇതുണ്ടാകാനുള്ള കാരണം. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു, ആദ്യം എന്താണ് സ്ട്രെസ് ഉണ്ടാകാനുള്ള റീസൺ, സ്ട്രെസ്സസ് എന്തൊക്കെയാണ്, സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ചേഞ്ചസ് എന്തൊക്കെയാണ് ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്നത്, ശരീരത്തിന്, മനസ്സിന്, വൈകാരികം, സ്വഭാവം, ഈ 4 കാര്യത്തിനകത്തുണ്ട്. അത് ബുക്കിൽ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. സോഴ്സസ് എന്തൊക്കെയാണ് ഉണ്ടാകാനുള്ള കാരണം. ഫസ്റ്റ് വൺ ഇസ് ഫ്രസ്ട്രേഷൻ. അതാണ് ആദ്യം നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാനുള്ള. ഫ്രസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ബ്ലോക്കിംഗ് ഓഫ് ഗോൾസ് ലീഡ്സ് ടു ഫ്രസ്ട്രേഷൻ.
എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ ഒരുങ്ങും, അതിനുണ്ടാകുന്ന ബ്ലോക്കാണ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രഷർ, സമയം ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ടാക്കുക. ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരു കാര്യം നടത്തണമെന്ന് വിചാരിക്കുക, അല്ലെ ആ സമയത്ത് നമുക്ക് എവിടെയെങ്കിലും വരുമ്പോഴത്തേക്ക് ഇത്ര ജോലികൾ സമയത്തിനുള്ളിൽ ഇത്ര ജോലികൾ ചെയ്യണമെന്ന് നമ്മൾ പറയുക. അപ്പം ഒന്ന് സമയത്തിനുള്ളിൽ ചെയ്യാൻ പറയുക, സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതിൽ കൂടുതൽ നമ്മൾ ജോലികൾ നമ്മളോട് പറയുക. അപ്പം അല്ലെങ്കിൽ ടൈം പ്രഷർ മാത്രമല്ല, വർക്ക് പ്രഷർ മാത്രമല്ല, എൻവയോൺമെൻറ്റൽ പ്രഷർ. ഇപ്പം നമ്മൾ വർക്ക് ചെയ്യാതിരിക്കുന്നിടത്ത് നമ്മൾ പ്രഷർ ഭയങ്കര ചൂട് ഭയങ്കരമായിട്ട് കൂടി, അല്ല തണുപ്പ് ഭയങ്കരമായിട്ട് കൂടി, നമുക്ക് പ്രഷർ ഉണ്ടാക്കാം. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് ഏത് രീതിയിലാകാം, എന്ത് പ്രഷർ വേണമെങ്കിലും, വർക്ക് പ്രഷർ മാത്രമല്ല, ലൈഫ് ഈവൻറ്റ്സ്, ജീവിതത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ, ലൈഫ് ഈവൻറ്റ്സ്. ലൈഫ് ഈവൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നഷ്ടങ്ങൾ, ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങളാകാം, ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാകാം, ചിലപ്പോൾ നമ്മൾ മാരേജ് ചെയ്യാനായിട്ട് പോകുന്നതിൻ്റെ ഒരു സംഗതിയാകാം, പുതിയതായിട്ടൊരു ജോലി എന്ത് ചെയ്യുന്നതാകാം. ഡെയിലി ഹാസിൽസ്, നമ്മൾ ഡെയിലി എല്ലാ ദിവസവും എല്ലാവരും നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങും, പെട്ടെന്നൊരു ബ്ലോക്ക് വരിക. നമുക്കൊരു ഓഫീസിൽ നമുക്ക് എത്തണം, സമയത്തെത്താൻ പറ്റുന്ന ബ്ലോക്ക് വരിക, അല്ലെങ്കിൽ പെട്ടെന്നൊരു പണിമുടക്ക് വരിക, പെട്ടെന്ന് നമ്മൾ പോകുന്നത് പെട്രോൾ വണ്ടിക്ക് എന്തെങ്കിലും കേടുപാടുകൾ വരിക, അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാകുക. ഇതൊക്കെ ഡെയിലി ഹാസിൽസ് ആണ്. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധങ്ങൾ. വ്യക്തിബന്ധങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യക്തിബന്ധങ്ങൾ ഇപ്പോൾ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കുടുംബത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പാണ് സ്ട്രെസ് ഉണ്ടാക്കും. എന്തെങ്കിലും ഒരു പ്രശ്നമായി, ഈ ജോലി സ്ഥലത്തായിരിക്കും, നമ്മൾ വർക്ക് പ്ലേസിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലൊരു പ്രശ്നമുണ്ടായി, രണ്ട് യൂണിയൻ തമ്മിലൊരു പ്രശ്നമുണ്ടായി, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടായി, വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാകാം വ്യക്തികൾ തമ്മിൽ. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഒരേ ജോലി ചെയ്യുന്നിടത്ത് രണ്ട് പേര് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാകാം, ഒരു കാര്യം ചെയ്യാനുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാകാം, അത് പ്രശ്നങ്ങളുണ്ടാകും. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടാകും. റിസൾട്ട് ഓഫ് സോഷ്യൽ കണ്ടീഷൻ, സാമൂഹികമായ മാറ്റങ്ങളും. സമൂഹത്തിന് പല മാറ്റങ്ങളും നമ്മളുണ്ടാകും, ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങളുണ്ടാകും. ഈവൻ സമൂഹത്തിലുണ്ടാകുന്ന നമ്മൾ പറയുന്നത് പൊളിറ്റിക്കൽ ചേഞ്ചസ് വല്ലപ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. സമൂഹത്തിലുണ്ടാകുന്ന പെട്ടെന്ന് നിയമങ്ങൾ, ചില പുതിയ നിയമങ്ങൾ നമുക്ക് പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക ഒരു റോഡ് വരുന്നു എന്നിരിക്കട്ടെ, നമുക്കുണ്ടാക്കാം. അപ്പോൾ എന്ത് സോഷ്യൽ കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാലും ഇത് സ്ട്രെസ് ആകാം. കോൺഫ്ലിക്ട്സ് എന്ന് വെച്ചാൽ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളുണ്ട്. ആദ്യത്തെ കോൺഫ്ലിക്റ്റ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കുക. കോൺഫ്ലിക്ട്സ് പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഒന്ന് വ്യക്തിപരമായ കോൺഫ്ലിക്റ്റുകൾ, ഒന്ന് ഗ്രൂപ്പിൻ്റെ കോൺഫ്ലിക്റ്റ്, ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റിനെ രണ്ടായിട്ട് തിരിയും. വ്യക്തിപരമായ രണ്ട്, ഒന്ന് ആ വ്യക്തികളുടെ ഉള്ളിലുണ്ടാകുന്ന, അല്ലെ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന അഭിപ്രായ പ്രശ്നങ്ങൾ. രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള, ഗ്രൂപ്പിനകത്തുണ്ടാകുന്നത് സ്ട്രെസ് ഉണ്ടാക്കാം. ഇപ്പം ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അകത്ത് രണ്ട് ഗ്രൂപ്പുകളാകുക, നമ്മളത് വിമത ഗ്രൂപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഒരു ഭരണകക്ഷിയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ പെട്ടെന്ന് അതിനകത്തൊരു സ്പ്ലിറ്റ് ഉണ്ടാകുക. അപ്പം ഗ്രൂപ്പിനകത്തൊരു സ്പ്ലിറ്റ് ഉണ്ടാകുക. സോ ദാറ്റ് ലീഡ്സ് ടു കോൺഫ്ലിക്റ്റ്. രണ്ട് അഭിപ്രായ സമന്വയമില്ലേ, രണ്ട് പാർട്ടികൾ, ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലിരിക്കട്ടെ, അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ, അപ്പം ഇതൊക്കെ സ്ട്രെസ് ഉണ്ടാകാം. ഇല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള, ഒരു ഗ്രൂപ്പിനകത്തുള്ള രണ്ട് വ്യക്തികൾ തമ്മിലാകാം, അതല്ല ഒരു വ്യക്തി തമ്മിലാകാം, ഒരു വീട്ടിൽ തന്നെ രണ്ട് പേര് തമ്മിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് കോൺഫ്ലിക്ട്സ് ആകാം, അല്ലെ ജോലി സ്ഥലത്ത് രണ്ട് കൊളീഗ്സ് തമ്മിലുള്ള പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാകാം. അപ്പം കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ തലത്തിലും നമ്മൾ കാണണം. അപ്പം ഫ്രസ്ട്രേഷനുണ്ട്. സോഴ്സസ് ഓഫ് സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ, ഇത് പ്രത്യേകം പഠിക്കുന്നത്. എപ്പോഴും നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ച് എഴുതുമ്പം സ്ട്രെസ് എന്താണ്, സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ നമ്മൾ ആദ്യം എഴുതണം, എന്നിട്ട് സ്ട്രെസ്സിന് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എഴുതും. അപ്പം സ്ട്രെസ് എന്താണ്, സ്ട്രെസ്സിനുള്ള കാരണങ്ങൾ. അപ്പം ഫ്രസ്ട്രേഷൻ, പ്രഷർ, ലൈഫ് ഇവൻറ്റ്സ്, ഡെയിലി ഹാസിൽസ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, റിസൾട്ട് ഓഫ് സോഷ്യൽ കണ്ടീഷൻ, കോൺഫ്ലിക്റ്റ്. അതായത് നമുക്കുണ്ടാകുന്ന എന്തെങ്കിലും കാര്യത്തിലുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ ആകാം, മാനസികമായ പിരിമുറുക്കങ്ങളാകാം, പ്രഷർ ആകാം, ആവശ്യമില്ലാതെ ആവശ്യമുള്ള പല സ്ഥലത്തുള്ള പ്രഷർ എന്ന് പറയുമ്പം വർക്ക് പ്ലേസിലുള്ളതാകാം, ടൈം പ്രഷർ ആകാം, ജോലിയുടെ പ്രഷറാകാം, സിറ്റുവേഷൻ്റെ പ്രഷറാകാം, എന്ത് വേണമെങ്കിലും ആകാം. ലൈഫ് ഇവൻറ്റ്, ജീവിതത്തിലുണ്ടാകുന്ന എന്തെങ്കിലും കാരണങ്ങൾ, ഡെയിലി ഹാസിൽസ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, സോഷ്യൽ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കുക എന്തൊക്കെ സോഷ്യൽ കണ്ടീഷനാണ് സ്ട്രെസ് ഉണ്ടാക്കുക. ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ സോഷ്യൽ കണ്ടീഷനും എല്ലാവർക്കും സ്ട്രെസ് ആയിരിക്കണമെന്നില്ല. ഒരു ഉദാഹരണത്തിന്, ഒരു നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ ഒരു നാഷണൽ ഹൈവേ വരുന്നതിരിക്കട്ടെ.
ഗവൺമെൻറ് തീരുമാനമെടുത്തു, ഇത് ഇന്ന സ്ഥലത്ത് മുതൽ ഇന്ന സ്ഥലം വരെ ഒരു നാഷണൽ ഹൈവേ പണിയുന്നു എന്ന് തീരുമാനമെടുത്തു. ഇപ്പം എനിക്കൊരു 10 സെൻറ്റ് സ്ഥലം പോകും, എനിക്കൊരു 5 സെൻറ്റ് സ്ഥലം പോകുമെന്നിരിക്കട്ടെ, ഇപ്പം എനിക്ക് സ്ട്രെസ്സായി. അതേസമയം ഈ സോഷ്യൽ കണ്ടീഷൻ മാറുമ്പോൾ ഇത്രയും വലിയൊരു റോഡ് വരുന്നു എന്നുള്ളത് കൊണ്ട് പലർക്കും സ്ട്രെസ് ആണെന്നൊന്നുമില്ല. അതേസമയം ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ച് സോഷ്യൽ കണ്ടീഷൻ മാറുന്ന സ്ട്രെസ് ഉള്ള ആൾക്കാരുണ്ട്. ഇതുവഴി എങ്ങനെ വണ്ടി ഓടിക്കും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ദെൻ കോൺഫ്ലിക്ട്സ്. എങ്ങനെ നമുക്ക് ഈ സ്ട്രെസ്സിനെ അളക്കാം? മെഷർമെൻറ്റ് ഓഫ് സ്ട്രെസ്, ഫിസിയോളജിക്കൽ മെഷേഴ്സ് ഉണ്ട്. കാരണം നമ്മുടെ BP കൂടുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്ട്രെസ് അളക്കാനായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഫിസിയോളജിക്കൽ മെഷേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും. ഹാർട്ട് ബീറ്റ് നമ്മൾ എടുക്കാൻ പറ്റും. ചേഞ്ചസ് ഇൻ ദ ബോഡിയിൽ ചെയ്യാൻ പറ്റും. ഇതെല്ലാം കൂടി ഫിസിയോളജിക്കൽ മെഷേഴ്സ്. സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്. ധാരാളം സ്ട്രെസ്സിനെ കുറിച്ചുള്ള അറിയാനായിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. പിന്നെ ചെക്ക് ലിസ്റ്റ്, അതൊരു ചെക്ക് ലിസ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ എഴുതി നിങ്ങളെ അറിയിക്കുക. എന്നിട്ട് അതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്യുന്നതനുസരിച്ച് സ്ട്രെസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷനാണ്, ഉണ്ടാകാത്ത സിറ്റുവേഷൻ ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണ്. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരാളെ വിളിച്ചിരുത്തി നമ്മൾ സ്ട്രെസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ, ഈ ചെക്ക് ലിസ്റ്റ് പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇൻ്റർവ്യൂ. നമ്മൾ ഒരാളെ വിളിച്ചിരുത്തി അയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് സ്ട്രെസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുക. സ്ട്രെസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. സ്ട്രെസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അതിന് ഏതൊക്കെയാണെന്ന് പറയാം. അപ്പം ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്, ഒരാൾക്ക് സ്ട്രെസ് ഉണ്ടാക്കാനുള്ള ഫാക്ടേഴ്സ്, കാരണങ്ങൾ. അപ്പം സ്ട്രെസ് ഉണ്ടാക്കാൻ ഒരു വ്യക്തിക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ. അപ്പം സ്ട്രെസ് പ്രോണായിട്ടുള്ള, അതായത് സ്ട്രെസ് എല്ലാവർക്കും, ഞാൻ ആദ്യം പറഞ്ഞു, എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാകാൻ നിർബന്ധമില്ല. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടായാലും ചിലർക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷെ ഏത് തരത്തിലുള്ള ആൾക്കാർക്കാണ് സ്ട്രെസ് കൂടുതൽ ഉണ്ടാക്കാൻ സാധ്യത? ടൈപ്പ് എ പേഴ്സണാലിറ്റി. അപ്പം ഈ ടൈപ്പ് എ പേഴ്സണാലിറ്റിയുടെ സ്വഭാവം ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് അവർക്കുള്ളത്. നമ്മൾ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളതാണ്. അവർക്ക് ഇൻസെക്യൂരിറ്റിയാണ്. എന്ത് കാര്യങ്ങൾ വരുമ്പം എനിക്ക് അത് ബാധിക്കും എന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, ആ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉള്ള ആൾക്കാർക്ക്, അവരെയാണ് നമ്മൾ ടൈപ്പ് എ പേഴ്സണാലിറ്റി. ടൈപ്പ് എ പേഴ്സണാലിറ്റിയുടെ സ്വഭാവങ്ങൾ: സ്റ്റേറ്റസ് ഓഫ് ഇൻസെക്യൂരിറ്റി, അർജൻസി ഓഫ് ടൈം, എല്ലാത്തിനും തിരക്കാൻ പറ്റും, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം, ഇന്ന് ചെയ്തേ പറ്റും, ഇത്ര സമയത്തുള്ളിൽ ചെയ്താൽ പറ്റും. അപ്പോൾ അർജൻസി ഓഫ് ടൈമാണ്. പിന്നെ ഹൈപ്പർ അഗ്രസീവ്നെസ്, ആവശ്യമില്ലാതെ പൊട്ടിത്തെറിക്കും, ആവശ്യമില്ലാതെ ബഹളങ്ങൾ ഉണ്ടാക്കുക, അതാണ് ഹൈപ്പർ അഗ്രസീവ്നെസ് എന്ന് പറയുന്നത്. ഫ്രീ ഫ്ലോട്ടിംഗ് ഹോസ്റ്റിലിറ്റി, ഒരു ഉത്തരവാദിത്വമൊക്കെ എടുക്കുക, അതിങ്ങനെ നടക്കുക. അപ്പം ടൈപ്പ് എ പേഴ്സണാലിറ്റി സ്റ്റേറ്റസ് ഇൻസെക്യൂരിറ്റിയാണ്. ദെൻ അർജൻസി ഓഫ് ടൈം ഉണ്ട്, ഹൈപ്പർ അഗ്രസീവ്നെസ്, ഫ്രീ ഫ്ലോട്ടിംഗ് ഹോസ്റ്റിലിറ്റി, ഡ്രൈവ് ടുവേഴ്സ് സെൽഫ് ഡിസ്ട്രക്ഷൻ. സ്വയം നശിപ്പിക്കുക എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ സ്വന്തമായി എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി എടുത്ത് ചെയ്യാൻ മടിയുള്ള ആൾക്കാരെയാണ്. അപ്പം ആ ഡിസ്ട്രക്ഷൻ സ്വഭാവം അവരിലുണ്ടാവും. സ്വന്തമായി എന്തെങ്കിലും നശിപ്പിക്കാനുള്ള, സ്വന്തമായി ചെയ്യാനുള്ള, സ്വന്തമായി ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കുന്നത്. സോ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രെസ് പ്രോണേഴ്സ് എന്ന് പറയുന്നത് ടൈപ്പ് എ പേഴ്സണാലിറ്റി ഉണ്ടാകാൻ സാധ്യതയുള്ള ഫസ്റ്റ് വൺ ഇസ് ടൈപ്പ് എ പേഴ്സണാലിറ്റി. അവരുടെ സ്വഭാവങ്ങളാണ് പറയുന്നത്. ആ നിങ്ങളുടെ പ്രിന്റഡ് നോട്ട്സിനകത്ത് തന്നെ നമ്മൾ കാണാം ടൈപ്പ് എ പേഴ്സണാലിറ്റി, അവരുടെ എന്തൊക്കെയാണ് അവരുടെ സ്വഭാവങ്ങൾ: സ്റ്റേറ്റസ് ഓഫ് ഇൻസെക്യൂരിറ്റി, അർജൻസി ഓഫ് ടൈം, ഹൈപ്പർ അഗ്രസീവ്നെസ്, ഫ്രീ ഫ്ലോട്ടിംഗ് ഹോസ്റ്റിലിറ്റി. ഇത് ഒഴിഞ്ഞും ഫ്രീ ഫ്ലോട്ടിംഗ് ഒന്നിനും ഒരു ഉത്തരവാദിത്തമില്ല, അതിങ്ങനെ നടക്കുന്ന രീതി നടക്കട്ടെ എന്നൊക്കെയുള്ള തീരുമാനം എടുക്കുന്ന ആളാണ് ഫ്രീ ഫ്ലോട്ടിംഗ്. ഡ്രൈവ് ടുവേഴ്സ് സെൽഫ് ഡിസ്ട്രക്ഷൻ, സ്വന്തമായിട്ട് എല്ലാ കാര്യത്തിനകത്തും ഡിസ്ട്രക്ഷൻ പറ്റുന്നത്. സെക്കൻഡ് കാറ്റഗറി ഹോസ്റ്റിലിറ്റി നമ്മൾ പറയുന്നത് ഇറിറ്റബിലിറ്റി ആൻഡ് ആങ്കർ എക്സ്പീരിയൻസ് ബൈ ഇൻഡിവിജ്വൽസ് ഹു അതർവൈസ് ഇൻ പെർഫെക്റ്റ്ലി നോർമൽ. അത് നമ്മൾ കാണുമ്പോൾ അവർ ഭയങ്കര നോർമലായിട്ട് നമ്മൾ നോക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും, പെട്ടെന്ന് അവർ ഇറിറ്റബിൾ ആകും, ദേഷ്യം വരും. അല്ലെങ്കിൽ നോർമൽ സിറ്റുവേഷൻ ഇല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ദേ ആർ ക്വൈറ്റ് ഫൈൻ, വെരി ഗുഡ്. ദാറ്റ് ഈസ് കോൾഡ് ഹോസ്റ്റിലിറ്റി. നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് പെർഫെക്ഷനിസം. എല്ലാ കാര്യം നമ്മൾ ഇവരെ പറഞ്ഞ ഒ സി ഡി എന്ന് വേണം നമുക്ക് പറയാം. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് പെർഫെക്ഷനിസം കൂടുമ്പോൾ OCD ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പം പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം കറക്റ്റ് സമയത്ത് ചെയ്യണം, എല്ലാം ഇന്ന സമയത്ത് ഇന്ന രീതി ചെയ്യണം, ഈ ബുക്ക് ഇങ്ങനെ വെക്കണം, അല്ല ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണം. എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ഡോറ് പിന്നെ പൊട്ടിയോ ഇല്ലെന്നൊക്കെ നമ്മൾ നോക്കാം. ഇവരെ നമ്മൾ OCD ആണെങ്കിലും ഇവരെ നമുക്ക് OCD ആണ് പെർഫെക്ഷനിസത്തോടെ പെടുത്താം.
അപ്പം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം ജനമുണ്ട്. അപ്പം അവരെയാണ് നമ്മൾ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ പ്രൊക്കാസിനേഷൻ, മാറ്റി വെക്കുക. ഇന്ന് ചെയ്യേണ്ടത് ഇന്നിപ്പം ചെറിയ ക്ഷീണം അടുത്ത ദിവസത്തേക്ക് ചെയ്യാം, അടുത്ത ദിവസം പറയാം ഇന്നിപ്പോൾ അത്രയായി അടുത്ത ദിവസത്തേക്ക് ചെയ്യാം. ദാറ്റ് പ്രൊക്കാസിനേഷൻ, നീട്ടി വെക്കുക. പിന്നെ ഹെൽപ്ലെസ്നെസ് ആൻഡ് ലേൺ പെസിമിസം. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, എന്നെ കൊണ്ടൊന്നിനും കൊള്ളുകയില്ല, ഞാൻ ചെയ്തിട്ടൊരു കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കും പെട്ടെന്ന് സ്ട്രെസ് ഉണ്ടാകാൻ സാധിക്കും. പിന്നെ പേഴ്സണലൈസേഷൻ, നമ്മളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ജീവിക്കാം. നമ്മൾ പണ്ടുള്ള ആൾക്കാർ, ഞാനും ഒരു തെങ്ങേറ്റക്കാരനും ഉണ്ടെങ്കിൽ ഞാൻ ജീവിക്കാം, അല്ലെങ്കിൽ ഞാനും ഇന്ന ആളുകൂടെ ഉണ്ടെങ്കിൽ ജീവിക്കാം, ഞങ്ങൾ രണ്ടുപേരും മാത്രം അടങ്ങുന്നതാണ് എന്നൊക്കെ ചിന്തിക്കുന്നതാണ് ഈ പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. പെർമനൻസ്, എന്തെങ്കിലും ഒരു കാര്യത്തിന് സ്ഥിരമായിട്ട് ചെയ്യാനായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ട് നമ്മൾ കാണിക്കാം, മാറ്റി കൊണ്ടുപോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ട്രെസ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദെൻ മോഡറേറ്റേഴ്സ് ഓഫ് സ്ട്രെസ്, എങ്ങനെയാണ് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം? മോഡറേറ്റേഴ്സ്, ചില കാര്യങ്ങൾ LOC, കാരണം എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ അത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് ചിന്തിക്കുക, അല്ലെ അങ്ങനെ വന്ന് നല്ലതെന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെ ഹാർഡ്നെസ്സസ് എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും ഉറച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാകും, എന്നാൽ അതങ്ങനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിങ്ങനെ ആയിക്കോട്ടെ എന്ന് തീരുമാനിക്കും. ദെൻ സോഷ്യൽ സപ്പോർട്ട്, സാമൂഹികമായ സപ്പോർട്ട് നമുക്ക് കിട്ടും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സമൂഹം നമ്മളെ എങ്ങനെ സംരക്ഷിക്കുന്നു, അല്ലെ ആൾക്കാരെങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നു, ഇതാണ് സോഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ ഓപ്റ്റിമിസം ആൻഡ് പെസിമിസം. പെസിമിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ശരിയായിട്ട് നടക്കില്ല, അല്ലെ എങ്ങനെ ആകുള്ളൂ എന്ന് പറയുക. അത് മറ്റേ തിരിച്ചുള്ള ഓപ്റ്റിമിസമാണ്. കാരണം എന്ന് വെച്ചാൽ എന്ത് വന്നാലും കുഴപ്പമില്ല, അതിനെ നമുക്ക് നേരിടാം, നല്ലതിനായിരിക്കും. അപ്പോൾ ഒരു ഓപ്റ്റിമിസ്റ്റിക് തിങ്കിങ് ഉണ്ടെങ്കിൽ സ്ട്രെസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓപ്റ്റിമിസ്റ്റിക് തിങ്കിങ് ഉണ്ടെങ്കിൽ. ജെൻഡർ ആൻഡ് കൾച്ചറിനകത്ത് പൊതുവേ നമ്മൾ പറയുന്ന ആണുങ്ങൾക്ക് കുറച്ച് സ്ട്രെസ്സിനെ നേരിടാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷെ ചില കൾച്ചർ നമുക്ക് ജെൻഡറിനെ എത്ര നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻസ് ഒക്കെയാണ്. അപ്പോൾ ഒരു സമയത്ത് പെണ്ണുങ്ങൾ നേരിടുന്ന അത്രയും ഒരു കഴിവ് ചിലപ്പോൾ ആണുങ്ങൾ ചെയ്യുന്നുണ്ട്. ചില സിറ്റുവേഷനിൽ പെണ്ണുങ്ങൾക്ക് ഒരു സ്ട്രെസ്സായിട്ട് തോന്നുകയില്ല, പക്ഷെ ആണുങ്ങൾക്ക് സ്ട്രെസ്സായിട്ട് തോന്നാം, നേരെ തിരിച്ചും വരാം. അപ്പം ജെൻഡർ എന്ന് പറയുന്ന പൊതുവേ നമ്മൾ പറയുന്നത് സ്ട്രെസ് പെണ്ണുങ്ങളാണെന്നാണ് പറയുന്നത്. കൾച്ചർ, സമൂഹം ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാറുണ്ട്. സമൂഹം, ദാറ്റ് ഈസ് കൾച്ചർ. നമ്മൾ ഏത് സാഹചര്യത്തിലാണോ വളരുന്നത് എന്നൊക്കെ അനുസരിച്ചുള്ള ഇതുണ്ട്. അപ്പോൾ ജെൻഡർ ആൻഡ് കൾച്ചർ, എഫക്ട് ഓഫ് സ്ട്രെസ് ആൻഡ് പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. certain level of stress always help performance and productivity. So a particular level വരെ, a particular ലെവലിന് അപ്പുറം സ്ട്രെസ് ആയെങ്കിൽ പ്രശ്നമാണ്. ഒരു certain ലെവൽ വരെ സ്ട്രെസ് ഈസ് ഗുഡ്, പെർഫോമൻസിനെയും പ്രൊഡക്ടിവിറ്റിയും. റിലേഷൻഷിപ്പ്, യൂഷ്വലി സ്ട്രെസ് എപ്പോഴും റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. എന്നാൽ നേരെ തിരിച്ചുകൊണ്ട് സ്ട്രെസ് കൂടുമ്പം ഒരേ തൂവൽ പക്ഷികൾ എന്ന് പറഞ്ഞ് കൂടുന്ന ആൾക്കാരുമുണ്ട്. അപ്പം സ്ട്രെസ് ഓരോ രീതിയിലാണ് ഓരോരുത്തർക്ക് എഫക്റ്റ് ചെയ്യാം. ചില സ്ഥലത്ത് പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യാം, ചില സ്ഥലത്ത് പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യാം. സ്ട്രെസ് റിലേഷൻഷിപ്പിനെ നമുക്ക് ബാധിക്കാം. അപ്പം മോഡറേറ്റ് ഓഫ് സ്ട്രെസ്സാണ് ഈ പറഞ്ഞതൊക്കെ. ഹൗ സ്ട്രെസ് മാനേജ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എപ്പോഴും സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്ട്രെസ് എങ്ങനെ നമുക്ക് സൈക്കോളജിക്കലിയും ഫിസിക്കലിയും മെൻ്റലി നമുക്ക് കൈകാര്യം ചെയ്യും, മാനേജ് ചെയ്യാം. അത് പല രീതിയിലുള്ള മാനേജ്മെൻ്റ് ഉണ്ട്. പ്രോബ്ലം ബേസ്ഡ് മാനേജ്മെൻ്റ് ഉണ്ട്, സൈക്കോളജിക്കൽ സിറ്റുവേഷണൽ ബേസ്ഡ്, സോഷ്യൽ ബേസ്ഡ് മാനേജ്മെൻ്റ് ഉണ്ട്. അപ്പം എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് പറയുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ ഒന്ന് സ്ട്രെസ് സൈക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് സൈക്കിൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സ്ട്രെസ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈവൻ്റ് ഉണ്ടാകുന്നു, ആ ഈവൻ്റ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആകുന്നു, അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. ഏത് സിറ്റുവേഷൻ ഉണ്ടായാലും ആ സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ നമ്മൾ മാനസികമായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പം there is a tear and bear, then our stress will be over, then അടുത്ത സ്ട്രെസ് വരും. This is called stress cycle. ഇതാ ബുക്കിനകത്ത് ഇല്ല, പക്ഷെ നമ്മൾ സ്ട്രെസ് സൈക്കിൾ എന്താണെന്ന് പറയും. സ്ട്രെസ് മാനേജ്മെന്റ് പഠിക്കുന്നതിന് മുമ്പ് സ്ട്രെസ് സൈക്കിൾ
എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ അടുത്ത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്ട്രെസ് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം. ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടാകും, ദർ ഇസ് എ വാർണിംഗ് സൈൻ. ഒരു വാർണിംഗ് സൈൻ ഉണ്ടാവും. കാരണം സ്ട്രെസ് വരുന്നു എന്നുള്ളൊരു വാർണിംഗ് സൈൻ നമുക്കുണ്ടാവും. ആ സ്ട്രെസ് വാർണിംഗ് സൈൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡി സ്വാഭാവികമായിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഫസ്റ്റ് കമ്പോണന്റ് ഓഫ് ഗ്യാസ് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം ഈസ് വാർണിംഗ് സൈൻസ്. മുൻകൂട്ടി അറിയിക്കും സ്ട്രെസ് വരുന്നുണ്ട്. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് നമ്മൾ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാൽ വന്നു കഴിഞ്ഞാലും നമ്മൾ നേരിടും എന്നുള്ളൊരിത്, അല്ലെങ്കിൽ എനിക്കതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു നിൽക്കുന്നതാണ് സെക്കൻഡ്. തേർഡ് വൺ എക്സോസ്റ്റേജ്, പൊട്ടിത്തെറിക്കുക. അപ്പം ആദ്യത്തെ നമ്മൾ മനസ്സിലാക്കുന്ന സ്ട്രെസ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. ടയർ ആൻഡ് ബയർ സംഭവിക്കും, സ്ട്രെസ് കുറയും, അടുത്ത സ്ട്രെസ് തുടങ്ങും. ദെൻ ഇറ്റ്സ് എ സൈക്കിൾ. ഇറ്റ്സ് കോൾഡ് സ്ട്രെസ് സൈക്കിൾ. Next one is called general adaptation syndrome. General adaptation syndrome എന്ന് വെച്ചാൽ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടാകും, there is a warning sign. ഒരു വാർണിംഗ് സൈൻ നമുക്ക് കിട്ടും. ആ വാർണിംഗ് സൈൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. വിൽ റെസിസ്റ്റ് ഇറ്റ്. ദെൻ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു റെസിസ്റ്റ്, ദെൻ എക്സ്പോസ് ചെയ്യുന്നു, അത് പൊട്ടിത്തെറിക്കും. അതാണ് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം. സ്ട്രെസ് മാനേജ്മെന്റ്. എങ്ങനെ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സംഗതി നമ്മൾ ചിന്തിച്ചിരിക്കുന്നതിനെ പോസിറ്റീവായിട്ട് നമ്മൾ മാറ്റുക. അപ്പം ഇൻഡിവിജ്വൽ എപ്പോഴും നമ്മൾ സ്ട്രെസ്സിനെ നെഗറ്റീവായിട്ടേ കാണുള്ളൂ. അപ്പം എങ്ങനെ സ്ട്രെസ്സിൽ നമുക്ക് ഓവർകം ചെയ്യാം, അതാണ് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാം. ദെൻ ഗോൾ കോപ്പിംഗ്. To enhance the recovery by decreasing the negative. അതായത് ആദ്യം നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യുമ്പോൾ സ്ട്രെസ്സിൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ കോപ്പിംഗ് ആണ്. അപ്പം പോസിബിലിറ്റി ഓഫ് റിക്കവറി ബൈ ഡിക്രീസിങ് ദ നെഗറ്റീവിനെ കുറയ്ക്കുക. നെഗറ്റീവിനെ കുറച്ച് എന്നിട്ട് പോസിറ്റീവിനെ നമ്മൾ എങ്ങനെ കൂട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. ഫസ്റ്റ് വേ ആണ്. സെക്കൻഡ്, to enhance the possibility of recovery by decreasing the negative environmental conditions. ഒരുമിച്ചാണ് നെഗറ്റീവായിട്ടുള്ള എൻവയോൺമെന്റിനെ നമ്മൾ എങ്ങനെ അതിജീവിക്കുന്നു, അതാണ് ആദ്യത്തെ. പിന്നെ നമ്മളെ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പം അഡ്ജസ്റ്റ് വിത്ത് നെഗറ്റീവ് സിറ്റുവേഷൻ. ഒന്ന്, നമ്മളെ അതിൽ നിന്ന് എങ്ങനെയും നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടാകുന്നതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുവാനായിട്ടുള്ള എൻവയോൺമെന്റൽ കണ്ടീഷൻസ് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുക. ഒന്നെങ്കിൽ ആ നെഗറ്റീവ് അഡ്ജസ്റ്റ് സിറ്റുവേഷനുമായിട്ട് നമ്മൾ ചേരാനായിട്ട് മനസ്സിലാക്കുക. ടു മെയിൻറ്റെയിൻ എ സെൽഫ് ഇമേജ് ദാറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് മെയിൻറ്റെയിൻ ഇമോഷണൽ ബാലൻസസ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സെൽഫ് ഇമേജ് നമ്മൾ കൂട്ടുക. സെൽഫ് ഇമേജ് കൂട്ടാൻ ഞാൻ എപ്പോഴും സ്ട്രെസ് കൂട്ടുന്ന ആൾക്കാരോട് നമ്മൾ പറയാം. സെൽഫ് ഇമേജ് എന്ന് പറയുമ്പോൾ മെയിൻലി സ്ട്രെസ് ഇമേജ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വേഷത്തിനെ അതൊക്കെ ഉണ്ട്. ഈ സെൽഫ് ഇമേജ് കൂട്ടാൻ ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സിങ് ആണ്. ദെൻ കീപ് ഫിറ്റ്. നമ്മൾ ഫിറ്റായിട്ടിരിക്കുക. ഫിറ്റായിട്ടിരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്ത് ബോഡി ഇത് വയ്ക്കുക എന്നുള്ളതല്ല, നമ്മൾ ആഹാരത്തിലൊക്കെ ചെയ്ത് ബോഡി ഫിറ്റായിട്ട് കീപ്പ് ചെയ്യാം. അപ്പോൾ ഒരു എമോഷണൽ ബാലൻസ് കിട്ടും. അപ്പം ആ വൈകാരികമായ ബാലൻസ് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് സ്ട്രെസ്സിനെ ഒരു പരിധി വരെ നേരിടാം. പിന്നെ നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നമ്മൾ മാനേജ് ചെയ്യും. ഇന്റർപേഴ്സണൽ മറ്റുള്ളവരുമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കുക. അപ്പം കോപ്പിംഗ് സ്ട്രെസ് മാനേജ്മെന്റിന് നമ്മൾ എന്തൊക്കെയാണ് ഇൻഡിവിജ്വൽ റെസ്പോൺസ് ഓഫ് ഫിസിയോളജി സ്ട്രെസ് വിച്ച് ഈസ് ഓഫൻ റിലേറ്റഡ് ടു നെഗറ്റീവ് ഇവൻറ്റ്സ്. ആ നെഗറ്റീവ് ഇവൻറ്റ്സിനെയാണ് നമ്മൾ ആ നെഗറ്റീവ് ഇവൻറ്റ്സ് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിവെക്കുക. പിന്നെ ഗോൾസ് ഓഫ് കോപ്പിംഗ്, എങ്ങനെ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അപ്പം ടു എൻഹാൻസ് പോസിബിലിറ്റി റിക്കവറി ബൈ ഡിക്രീസിങ് ദ നെഗറ്റീവ് എൻവയോൺമെന്റൽ കണ്ടീഷൻ. ചുറ്റുപാടുകളുള്ള നെഗറ്റീവായ എൻവയോൺമെന്റൽ കണ്ടീഷനെ നമ്മൾ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക.
നെഗറ്റീവ് സിറ്റുവേഷൻ ഇല്ലെങ്കിൽ ഞങ്ങൾ മാറ്റാൻ പറ്റില്ല. നെഗറ്റീവ് സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്? എപ്പോഴും നമ്മൾ രണ്ടുപേരും തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള എമോഷൻസിന് നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് എമോഷൻസ് നമ്മൾ പുറത്തേക്ക് കാണിക്കാനായിട്ട് പോകും. ആൻഡ് കീപ് പോസിറ്റീവ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, മറ്റുള്ളവരായിട്ട് ബന്ധം സ്ഥാപിക്കുക. കോപ്പിംഗ് സ്റ്റൈൽസ്. അപ്പോൾ പ്രോ ആക്റ്റീവ് കോപ്പിംഗ് ആൻഡ് അവോയ്ഡൻസ് കോപ്പിംഗ് സ്റ്റൈലിൽ പല രീതിയിലുള്ള കോപ്പിംഗ് സ്റ്റൈലുണ്ട്. ഫസ്റ്റ് വൺ ഇസ് പ്രോ ആക്റ്റീവ് കോപ്പിംഗ് ആൻഡ് അവോയ്ഡൻസ് കോപ്പിംഗ്. അതിനകത്ത് ആദ്യത്തെ എന്ന് വെച്ചാൽ അക്യുമുലേഷൻസ് ഓഫ് റിസോഴ്സസ് ആണ്. നമ്മളൊരു പ്രോബ്ലം ഇവിടെ ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടായി. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായി. ആ സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ സ്ട്രെസ്സിനെ കോപ്പി ചെയ്യണം. ഈ സ്ട്രെസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സ്ട്രെസ്സിനെ എപ്പോഴും ഓവർകം ചെയ്യണം. പിന്നെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പ്രോ ആക്റ്റീവ് കോപ്പിംഗ് ആൻഡ് അവോയ്ഡൻസ് കോപ്പിങ്ങിനോട് പ്രോ ആക്റ്റീവ് വെച്ച് മുൻകൂട്ടി കണ്ട് നമ്മൾ പ്രതികരിക്കുക. പ്രോ ആക്റ്റീവാണ്. ദ ഫസ്റ്റ് സ്റ്റേജ് അക്യുമുലേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. നമുക്ക് ഈ പ്രശ്നത്തെ ഓവർകം ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? റിസോഴ്സ് നമ്മൾ അക്യുമുലേറ്റ് ചെയ്യാം. ഐഡന്റിഫൈ ആന്റിസിപ്പേറ്റിംഗ് ദ പൊട്ടൻഷ്യൽ സ്ട്രെസ്സസ്. ആദ്യം നമ്മൾ സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ വിവരിക്കുക, അല്ലെങ്കിൽ പിന്നത്തെ എന്തൊക്കെയാണ് സ്ട്രെസ് നമുക്ക് ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ. നമ്മുടെ പേഴ്സണാലിറ്റി ആണോ, നമ്മുടെ ബാക്കി കാര്യങ്ങളാണോ, എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ മാറ്റം വരുന്നതാണോ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇനിഷ്യൽ അപ്രൈസൽ. നമ്മൾ പഠിച്ച കാര്യങ്ങളെ കുറിച്ച് ഒരു ഇനിഷ്യൽ അപ്രൈസൽ, അതെങ്ങനെയുണ്ട് ഏതുണ്ട് എന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കണം. കോപ്പിംഗ് സ്റ്റൈൽസിൽ ആദ്യത്തെ പ്രോ ആക്റ്റീവ് കോപ്പിംഗ് ആൻഡ് അവോയ്ഡൻസ് കോപ്പിംഗ് ആണ്. പ്രോ ആക്റ്റീവ് അക്യുമുലേഷൻസ് ഓഫ് റിസോഴ്സസ്, ഐഡന്റിഫൈയിങ് ആൻഡ് ആന്റിസിപ്പേറ്റിംഗ് ദ പൊട്ടൻഷ്യൽ സ്ട്രെസ്സസ് ആൻഡ് ഇനിഷ്യൽ അപ്രൈസൽ. ആദ്യത്തെ നമ്മൾ ചെയ്തിട്ടുള്ള വിലയിരുത്തുക. ഫോർത്ത് പ്രിലിമിനറി എഫേർട്സ് ടു കോപ്പ് വിത്ത് ദ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ. പിന്നെ ആ സാഹചര്യമായിട്ട് നമ്മൾ ചേരാനായിട്ട് നമ്മൾ പഠിക്കുക. സീക്കിംഗ് ഫീഡ്ബാക്ക് ആൻഡ് യൂസിങ് ദ സെയിം. നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് എന്നുള്ള സ്ട്രെസ്സിനെ എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് നമ്മളത് മനസ്സിലാക്കുക, ഫീഡ്ബാക്ക് എടുത്ത് വെക്കുക. പിന്നെ എമോഷണൽ ഫോക്കസ് കോപ്പി. പിന്നെ വൈകാരികമായിട്ട് നമ്മൾ എങ്ങനെ അതിനെ ചെയ്യുന്നു. ദെൻ പ്രോബ്ലം ഫോക്കസ്, എമോഷണൽ ഫോക്കസ്, വൈകാരികമായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്നു. പിന്നെ പ്രോബ്ലം ഫോക്കസ് കോപ്പി. അപ്പം ഇതാണ് കോപ്പിംഗ് സ്ട്രാറ്റജീസിലുള്ള ചില മാർഗങ്ങൾ. ഒന്ന് പ്രോ ആക്റ്റീവ് ആൻഡ് കോപ്പിംഗ്, അവോയ്ഡൻസ് കോപ്പിംഗ്. പ്രോ ആക്റ്റീവ് കോപ്പിംഗ് നോക്കുമ്പോൾ നമ്മൾ ഒരു സംഗതി വരുന്നതിന് മുമ്പ് ആൾക്കാരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിലേക്ക് ചെയ്യാം. അത് പ്രോ ആക്റ്റീവ് കോപ്പിംഗ് ആൻഡ് അവോയ്ഡൻസ് കോപ്പിംഗ്. ഒന്നെങ്കിൽ ഒഴിവാക്കുക. അവോയ്ഡൻസ് കോപ്പിംഗ് വെച്ചാൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക, സിറ്റുവേഷൻ നമ്മൾ ഒഴിവാക്കി നമ്മൾ പോകുക എന്നുള്ളതാണ്. ദെൻ ഇനിഷ്യൽ അപ്രൈസൽ എന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മളൊക്കെ ചെയ്തൊക്കെ വെച്ചിട്ട് അതെങ്ങനെയുണ്ട് എന്ന് നമ്മൾ നോക്കുക. ഇതൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ? വർക്കൗട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കോപ്പിംഗ് നമുക്ക് ചെയ്യാം, നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ടേക്ക് ദ ഫീഡ്ബാക്ക് ആൻഡ് യൂസിങ് ദ സെയിം. ആ ലിസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കും. ലൊക്കേഷൻ ഓഫ് ഫോക്കസ്, പ്രോബ്ലംസ് ഫോക്കസ്ഡ് ഫോക്കസിങ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തെ ബേസ് ചെയ്തിട്ട്, എമോഷൻസിനെ ബേസ് ചെയ്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു, അങ്ങനെയുള്ളതാണ് നമ്മൾ പറയുന്നത് ഫീഡ്ബാക്ക് ആൻഡ് യൂസിങ് ദ സെയിം. എന്ന് വെച്ചാൽ വൈകാരികമായിട്ട് അത് ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ട് എങ്ങനെ നിങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി, അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതിനെക്കുറിച്ചൊരു ഫീഡ്ബാക്ക് എടുക്കുക. എന്നിട്ട് അത് പിന്നെ അടുത്തതിന് ഉപയോഗിക്കുക. എമോഷൻ ഫോക്കസ്ഡ് ബേസ്, വൈകാരികമായി എങ്ങനെ നമ്മൾ അതിനെ ബന്ധപ്പെടുത്തി ചെയ്യും. ദെൻ പ്രോബ്ലം ഫോക്കസ്, പ്രശ്നങ്ങളെ ബേസ് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ പെരുമാറും. ഇതാണ് കോപ്പിംഗ് സ്റ്റൈൽസിന് തുടക്കം. ഇനി എങ്ങനെ നമുക്ക് ഇത് സ്ട്രെസ്സിനെ നമ്മൾ റിലാക്സേഷൻ, നമ്മൾ എന്തൊക്കെ മെത്തേഡ്സ് നമുക്ക് സ്ട്രെസ്സിനെ ഉപയോഗിക്കാം ഓവർകം ചെയ്യാനായിട്ട്. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ സ്ട്രെസ്സിനെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യം സ്ട്രെസ് മാനേജ്മെന്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവർ ചോദിക്കുന്നതെന്ന് വാട്ട് യു മീൻ ബൈ സ്ട്രെസ് ഓർ സ്ട്രെസ് ആൻഡ് ഇറ്റ്സ് മാനേജ്മെന്റ്. അതായിരിക്കും സാധാരണഗതിയിൽ നമുക്ക് ചോദ്യം വരിക.
അപ്പോൾ സ്ട്രെസ്സിനെ എപ്പോഴും മാനേജ് ചെയ്യുന്നതാണ് നമ്മുടെ ആദ്യത്തെ സംഗതി എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് വൺസ് റിലാക്സേഷൻ ടെക്നിക്സ്. ധാരാളം റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്. മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ജേക്കബ്സൺ പ്രോഗ്രസീവ് റിലാക്സേഷൻ ടെക്നിക്സ്. പ്രോഗ്രസീവ് ജേക്കബ്സൺ റിലാക്സേഷൻ ടെക്നിക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ റിലാക്സ് ചെയ്യുക. അത് എപ്പം വേണേൽ നമുക്ക് ചെയ്യാം. സാധാരണഗതിയിൽ അത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വളരെ ഉപകാരമുള്ളതാണ്. എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റും റിലാക്സേഷൻ ജേക്കബ്സൺ പ്രോഗ്രസീവ് റിലാക്സേഷൻ ടെക്നിക്സ്. പല പല റിലാക്സേഷൻ ടെക്നിക്സുകളുണ്ട് ജേക്കബ്സണിൻ്റെ. ദെൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. എല്ലാവരും മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേൽക്കണം, തിരി കത്തിക്കണം, അതിനൊക്കെ നാമം ജപിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതല്ല. ശരി, ആക്ച്വലി മെഡിറ്റേഷൻ മീൻസ് അണ്ടർസ്റ്റാൻഡിങ് യുവർ സെൽഫ്. സെൽഫ് ഇമേജ് കൂട്ടാനായിട്ടുള്ളതാണ് നമ്മൾ മെഡിറ്റേഷൻ കൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുകൊണ്ട് അതിന് മെഡിറ്റേഷൻ പറയാം. കണ്ണടച്ചിരുന്നു, ചിലവർ കണ്ണടച്ചിരിക്കും, നിങ്ങൾക്ക് നല്ല ഇത് അതൊരു മെഡിറ്റേഷനാണ് എന്ന് പറയും. പക്ഷെ നമ്മൾ മെഡിറ്റേഷൻ ഉപയോഗിക്കുന്നത് വെറുതെ പോയിരുന്ന് ചാൻറ്റ് ചെയ്യാൻ, അല്ല കുറെ നാമം ചോദിച്ചുകൊണ്ടിരിക്കുകയല്ല, കുറെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പൂജാമുറിയുടെ മുമ്പിൽ ഇരിക്കുകയല്ല. പക്ഷെ നമ്മൾ ആ ഒരു ഡേറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റസ് കിട്ടാനായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പല രീതിയിൽ ഇൻഡിവിജ്വൽ ആകാം, ഗ്രൂപ്പ് ആകാം. ഗ്രൂപ്പ് ആകുമ്പോൾ അതിനകത്ത് വേറെ കുറേ ടെക്നിക്സുകളുണ്ട്. ഇൻഡിവിജ്വൽ ആകുമ്പോൾ ഇൻഡിവിജ്വൽ വേറെ ഇതാണ്. ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആകുമ്പോൾ അമ്പലത്തിൽ പോയി ചെയ്യാം. അതല്ല ഇപ്പോൾ ഗ്രൂപ്പാണെങ്കിൽ നമുക്കൊരു ഭജന പോലെ വെക്കാം. ദെൻ യോഗ. അതിനകത്ത് എല്ലാ യോഗയും സ്ട്രെസ്സിന് പറ്റൂല. അതാദ്യം നമ്മൾ എല്ലാ യോഗാസനങ്ങളും സ്ട്രെസ്സിന് പറ്റുന്നതല്ല. അങ്ങനെ പറ്റുന്ന ആസനങ്ങളുണ്ട് ഓരോ ഇതിലും. അപ്പോൾ സ്ട്രെസ് ഉണ്ടാകുന്ന സിറ്റുവേഷനുകൾ നമ്മൾ ഏത് യോഗയാണ് നമുക്ക് പറ്റിയത് എന്ന് നോക്കുക. പലരും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയാം ശവാസനം ചെയ്യാം, അല്ലെങ്കിൽ കുക്കടാസനം ചെയ്യാം, മയൂരാസനം ചെയ്യാം. ഏത് യോഗ ആസനങ്ങൾ ചെയ്ത റിലാക്സേഷൻ ഉണ്ട്. പക്ഷെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി തന്നെയുള്ള കുറേ റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്. മൈൻഡ്ഫുൾനെസ്, അത് ഞാൻ ആദ്യം പറഞ്ഞത് മനസ്സിനെ ഏകാന്തമായി വിടാൻ പാടില്ല. അതിന് എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ടതാണ്. ദെൻ ബയോഫീഡ്ബാക്ക്. ഈ ബയോഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളെ പിന്നെ കേൾപ്പിക്കുന്ന പരിപാടിയാണ്. നമ്മളെന്തെങ്കിലും നമ്മൾ ചെയ്യുക, ആ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ ഒരു ഇത് തന്നിട്ട് നമ്മളെ കൊണ്ട് അത് മാറ്റിക്കാൻ, സ്വഭാവം മാറ്റിക്കാനായിട്ടുള്ള ടെക്നിക്കാണ് ബയോഫീഡ്ബാക്ക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ദെൻ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. കാരണം നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മളൊന്ന് മാറ്റുക. ഓരോ കാര്യങ്ങളെക്കുറിച്ച് പെർസീവ് ചെയ്യുക, ആൾക്കാരെ കുറിച്ച് പെർസീവ് ചെയ്യുന്ന, വ്യക്തികളെ കുറിച്ച് പെർസീവ് ചെയ്യുന്ന ഒക്കെ നമ്മളൊന്ന് മാറ്റുക. ദെൻ ടൈം മാനേജ്മെന്റ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ടൈം മാനേജ്മെന്റ്. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ടൈം മാനേജ്മെന്റ്, ഇറ്റ് ഈസ് ടൈം ബഡ്ജറ്റിംഗ്. ഞാനെപ്പോഴും പറയുന്നത് ടൈം മാനേജ്മെന്റിനെക്കാളും കൂടി ഇറ്റ്സ് എ ടൈം ബഡ്ജറ്റിംഗ്. ടൈം ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഒരു 10 രൂപ നമുക്ക് കിട്ടുന്നു. അച്ഛൻ പറയുന്നു നീ ഇഷ്ടമുള്ള ചിലവാക്കിക്കോളാൻ പറയുന്നു. നേരത്തെ കാര്യം പറയും. ഇപ്പം നമ്മൾ 10 രൂപ ഒന്നുമില്ല, ഇപ്പോൾ 1000 രൂപ എന്ന് വെച്ചോളൂ. അതൊക്കെ വേണമെങ്കിൽ 1000 രൂപ 5 മിനിറ്റ് കൊണ്ട് പൊടിച്ച് തീർത്ത് തരാം. അതല്ല 1000 രൂപയിൽ 100 രൂപ വെച്ചിട്ട് 900 രൂപ ചിലവാണ്. അതല്ല 1000 രൂപയിൽ 1500 ചിലവാക്കാം. അപ്പം ഇതൊക്കെ നമ്മളെ ടൈം മാനേജ്മെന്റിനകത്ത് പെടുന്നതാണ്. ഇപ്പം ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രമല്ല. ടൈമിനെ നമ്മൾ എങ്ങനെ ബഡ്ജറ്റ് ചെയ്യുന്നു, ടൈമിനെ എങ്ങനെ ബഡ്ജറ്റ് ചെയ്യുന്നത്? അതായത് നമുക്ക് 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂറിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വേണം, സ്ലീപ്പ് വേണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം, കോളേജിൻ്റെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ എല്ലാത്തിനും ഡിവൈഡ് ചെയ്ത് നമ്മൾ ഒരു കംഫർട്ട് ലെവലിൽ ചെയ്യുന്ന സംഗതികളാണ് നമ്മൾ പറയുന്നത് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഏതൊക്കെ? ഒന്ന് റിലാക്സേഷൻ. യൂഷ്വലി നമ്മൾ പറയുന്നത് റിലാക്സേഷൻ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് ജേക്കബ്സൺ പ്രോഗ്രസീവ് റിലാക്സേഷൻ ടെക്നിക്സ് ആണ്. ദെൻ മെഡിറ്റേഷൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു.
മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വെറുതെ ഇരുന്നിട്ട് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥനയല്ല മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ആചാര്യൻ്റെ അടുക്കൽ നിന്ന് പഠിക്കേണ്ടതാണ് മെഡിറ്റേഷൻ. യോഗ തീർച്ചയായിട്ടും യോഗ സ്ട്രെസ്സിന് നല്ലൊരു ഇതാണ്. സ്ട്രെസ് മാനേജ്മെന്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന യോഗ. യോഗയിൽ എല്ലാ ആസനങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് ആദ്യം നമ്മൾ നോക്കണം. എല്ലാ ആസനങ്ങളും എല്ലാവർക്കും ഇത് ചെയ്യല. അപ്പം ഏറ്റവും നല്ലത് അപ്പം യോഗ എല്ലാ ആസനങ്ങളും നമുക്ക് പറ്റില്ല. ഏറ്റവും നല്ലത് നമ്മൾ ആരെങ്കിലുമായിട്ട് ചോദിച്ചിട്ട് നമുക്ക് ഏതൊക്കെ ആസനമുണ്ട്, ഏത് സ്ട്രെസ്, ഏത് തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള സ്ട്രെസ് അനുഭവപ്പെടുന്നതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുക. പിന്നെ മൈൻഡ്ഫുൾനെസ് എപ്പോഴും മനസ്സിനെ നിറച്ചുകൊണ്ടിരിക്കും. മനസ്സിനെ നിറയ്ക്കാന്ന് വെച്ചാൽ എപ്പോഴും സന്തോഷകരമായിട്ട് തന്നെ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. ബയോ ഫീഡ്ബാക്ക് ഞാൻ ആദ്യം പറഞ്ഞു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് എടുത്തിട്ട് നമ്മൾ തന്നെ മനസ്സിലാക്കി. ദെൻ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മൾ മാറ്റണം. അപ്പോൾ ഏറ്റവും അതിനകത്തുള്ള കഴിഞ്ഞിട്ടുള്ള ടൈം മാനേജ്മെന്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, സ്ട്രെസ് മാനേജ്മെന്റ്. സ്ട്രെസ് എപ്പോഴും നമ്മൾ എഴുതുമ്പോഴും സ്ട്രെസ് എന്താ എഴുതണം? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. പോസിറ്റീവ് സ്ട്രെസ്, നെഗറ്റീവ് സ്ട്രെസ്, ഡിസ്ട്രെസ്, ഹൈപ്പർ സ്ട്രെസ്, ഹൈപ്പോ സ്ട്രെസ്. ഇത് മൂന്നും ഇത് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സ്ട്രെസ് മാനേജ്മെന്റ് ആദ്യം റിലാക്സേഷൻ ടെക്നിക്സ്, മെഡിറ്റേഷൻ, യോഗ, മൈൻഡ്ഫുൾനെസ്, ബയോ ഫീഡ്ബാക്ക്, കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്, ടൈം മാനേജ്മെന്റ്. നെക്സ്റ്റ് വൺ ഇസ് ഫിസിക്കൽ ഇൽനെസ്സസ്, ശാരീരികമായ പ്രശ്നങ്ങൾ. അത് ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളത് സ്ട്രെസ്സും സ്ട്രെസ് മാനേജ്മെന്റുമായിരുന്നു. ഇനി നമ്മൾ പറഞ്ഞ ശാരീരികമായ രോഗങ്ങൾ, അവസ്ഥകൾ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ രോഗവും കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ്, എന്തുകൊണ്ടൊക്കെ വരാം, എങ്ങനെയൊക്കെയാണ് കാരണം എന്ന് പറയുന്നത്. ഫുഡ്, ഡയറ്റ്, ഒബിസിറ്റി. രോഗം കൊണ്ട് ഒന്ന് ഫുഡ്, നമ്മൾ കണ്ടമാനം ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ അണ്ടർ ഫുഡ് കഴിക്കുക. കാരണം ആവശ്യത്തിനുള്ള ഫുഡ് നമ്മൾ കഴിക്കാതിരിക്കുക. രണ്ടും നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കാം. ഇൽനെസ്സിന് ഓവർ ഫുഡും ആകാം, ലോ ഫുഡും ആകാം പ്രശ്നം ഉണ്ടാക്കാം. അപ്പം ഫസ്റ്റ് വൺ ഇസ് ദ കോസസ് ഫോർ ദ സ്ട്രെസ് ഓർ ഇൽനെസ് ഈസ് കോൾഡ് food, diet, obesity. First one for carbohydrates. The second one, lipids, proteins, vitamins, minerals. നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ, എക്സാമ്പിൾ ലിപ്പിഡ് പ്രൊഫൈൽ. ഇപ്പം നമുക്ക് ലിപ്പിഡിൽ ഇപ്പം നമ്മുടെ ശരീരത്തിനകത്ത് കൂടിയാൽ കൂടുതൽ നമ്മൾ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പ്രോട്ടീൻസ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകും. വൈറ്റാമിൻസ്, എക്സാമ്പിൾ വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കാം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ. ഇൽനെസ് റിലേറ്റഡ് ടു ഫുഡ് ആൻഡ് ഡയറ്റ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് കൂടുക കുറേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസുഖം. വൈറ്റമിൻസ്, എക്സാമ്പിൾ വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ബി, ഇതൊക്കെ മാനസികമായ പ്രശ്നങ്ങൾ. പിന്നെ മിനറൽസ് പറയുമ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം മാത്രമല്ല, അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള സംഗതി, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മിനറൽസിന് നമുക്ക് പ്രശ്നമുണ്ടാകും. എക്സാമ്പിൾ ഇപ്പോൾ സോഡിയം കുറഞ്ഞു പോയി, എന്തായിരിക്കും പ്രശ്നം ഉണ്ടാകുക? അപ്പം ഇൽനെസ് എന്ന് പറയുന്ന നമ്മളെപ്പോഴും ഫിസിക്കൽ ഇൽനെസ് എക്സ്പീരിയൻസ് ഇൽനെസ് റിലേറ്റഡ് ടു ഫുഡ്, ഡയറ്റ് ആൻഡ് ഒബിസിറ്റി, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ്. ചില ഇൻബോൺ പ്രോസസ്സ്, അത് ചില ജന്മനാ നമുക്ക് ചിലയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അസുഖം ഇതുണ്ടാക്കാം. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഇനി ഡിറ്റർമിനൻസ് ഓഫ് ഫുഡ് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നുള്ളത് നമുക്ക് നോക്കാം. ഫിസിക്കൽ ഇൽനെസ് എക്സ്പീരിയൻസ്, ശാരീരികമായ അസുഖങ്ങൾ എന്തുകൊണ്ടാണ്? ഫുഡ് കൊണ്ടുണ്ടാകാം, ഡയറ്റ് കൊണ്ടുള്ള, ഒബിസിറ്റി കൊണ്ടാകാം.
ഫുഡിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് കുറയുകയും കൂടുകയും ചെയ്ത്, ലിപ്പിഡ്സ് കുറയുകയും കൂടുകയും ചെയ്ത്, പക്ഷേ പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, these are inborn processes. Then environmental factors, ability to manage and control as one's food buying and eating. ഈ ഫുഡിൻ്റെ കാര്യത്തിനകത്ത് ഏറ്റവും കൂടുതൽ വെച്ചാൽ പലപ്പോഴും ആവശ്യമില്ലാതെ ഫുഡ് വാങ്ങിക്കാൻ നമ്മൾ കഴിക്കുക, അങ്ങനെ ഒരു സംഗതി നമുക്കുണ്ട്. ആവശ്യമുള്ള എല്ലാ ആവശ്യമില്ലാത്ത ഫുഡ് നമ്മൾ വാങ്ങിക്കുക, കഴിക്കുക. പിന്നെ ഈ ഫുഡിൻ്റെ ഹെൽത്തിന് വല്ല പ്രശ്നം ആദ്യത്തെ ഇൻബോൺ പ്രോസസ്സാണ്, ജന്മനാ ഉണ്ടാകുന്നത്. എൻവയോൺമെൻറ്റൽ ഫാക്ടർ, ചുറ്റുപാടുകളുള്ള. പിന്നെ നമുക്ക് ഫുഡ് ഹാബിറ്റ്സ്, ബൈയിങ് ആൻഡ് ഈറ്റിംഗ്. ചിലരുണ്ട് പൈസ കിട്ടിക്കഴിഞ്ഞ് എന്തെങ്കിലും വാങ്ങിക്കാം. പിന്നെ നമ്മുടെ ഒരു ഈറ്റിംഗ് ഹാബിറ്റിൽ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഫുഡ് വാങ്ങിക്കുക, കഴിക്കാറുണ്ട്. കാരണം പുറത്ത് വീട്ടിൽ വെച്ച് കഴിക്കുക അങ്ങനെയുള്ളതില്ല. മിക്കവാറും പേര് ഓർഡർ ഫുഡാണ് ചെയ്യുന്നത്. അപ്പം ഇത് നമുക്കൊരു പ്രശ്നം ഉണ്ടാകും. ഈറ്റിംഗ് ഡിസോർഡേഴ്സ് കഴിക്കുന്ന കൊണ്ടുള്ളത്. ഈ ഈറ്റിംഗ് ഡിസോർഡേഴ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെയാണ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് നമുക്ക് നോക്കണം. ഒന്ന് നമ്മൾ എന്തെങ്കിലും വെച്ചുകൊണ്ട് അത് തന്നെ നമ്മൾ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. വായിക്കാത്ത വെച്ചുകൊണ്ട് നമ്മൾ പതുക്കെ കഴിച്ചെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ അടുത്ത് തകട്ടി എടുത്ത് നമ്മൾ ചതച്ച് തിന്നുന്ന പരിപാടി ഉണ്ടാകും. അവോയ്ഡ് റെസ്ട്രിക്റ്റീവ് ഫുഡ് ഇൻടേക്ക് ഡിസോർഡർ. അവോയ്ഡ് എന്ന ആഹാരം കഴിക്കുകയില്ലാത്തത്. ഇതൊക്കെ കൂടുതലാണ് ചിലർ കഴിക്കുകയില്ല. ഇനി ഞാൻ കഴിക്കുന്നില്ല, കാരണം അവോയ്ഡ് ഫുഡ്, ഇന്ന ഫുഡ് ഞാൻ കഴിക്കുകയില്ല, ഇന്നത് ഞാൻ ഒഴിവാക്കിയേക്കാം. ഈ ഒന്നുകൂടെ നമ്മൾ നോക്കാം. ഇൻബോൺ പ്രോസസ്സിനകത്ത് എൻവയോൺമെന്റ്, എബിലിറ്റി ടു മാനേജ് കൺട്രോൾ വൺസ് ഫുഡ് ബൈയിങ് ആൻഡ് ഈറ്റിംഗ് ഹാബിറ്റ്സിനകത്ത് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് പിക്ക എന്ന് പറയുന്നത്. ഒന്ന്, നമ്മൾ ഏത് സാധനം വയറ്റിലിട്ടിങ്ങനെ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, ഒന്ന് തന്നെ കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ റിമിനേഷൻ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ വെച്ചാൽ നമ്മളിങ്ങനെ തികട്ടിയെടുത്ത് നമ്മൾ പിന്നെയും കഴിക്കുക സാധനമുണ്ട്. പിന്നെ ചില ഫുഡുകളുണ്ട്, അവോയ്ഡ് റെസ്ട്രിക്റ്റീവ് ഫുഡ് ഇൻടേക്ക് ഡിസോർഡർ. അതായത് ചില ഫുഡുകൾ നമ്മൾ കൂടുതൽ കഴിക്കുക, ചിലത് നമ്മൾ കഴിക്കാതിരിക്കുക. നമ്മളെ ചിലർക്കുണ്ട് മധുരം കഴിച്ചാൽ വണ്ണം വെക്കും, ചില മധുരം കഴിക്കില്ല. ചില കൂടുതലായിട്ട് നമുക്ക് വരുമ്പോൾ മധുരം കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്ന സ്വഭാവമുണ്ട്, കൂടുതലും മധുരം നമ്മൾ കഴിക്കുക. അപ്പം ആ ഫുഡ് ഇൻടേക്ക് ഡിസോർഡറാണ് നമ്മൾ അതിനകത്ത് പഠിച്ചത്. പിന്നെ അനോറക്സിയ നെർവോസ, പിന്നെ ബുലിമിയ നെർവോസ, പിന്നെ ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ. ഈ ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ നമ്മൾ സാധനം ചില ഡിപ്രഷനൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ സാധനങ്ങളെടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈറ്റിംഗ് ഡിസോർഡേഴ്സ് നമുക്ക് പലപ്പോഴും ഹെൽത്തിനായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഹെൽത്തിന് ഡിറ്റർമിൻസ് ഫസ്റ്റ് ഇൻബോൺ പ്രോസസ്. നമ്മുടെ ജന്മനാ ഉള്ള ചില പ്രശ്നങ്ങൾ നമുക്ക് ഹെൽത്തിന് പ്രശ്നങ്ങൾ, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ടാകും, ചുറ്റുപാടുകൾ, എബിലിറ്റി ടു മാനേജ് ആൻഡ് കൺട്രോൾ വൺസ് ഫുഡ് ബൈയിങ് ആൻഡ് ഈറ്റിംഗ്. ഈ ഹെൽത്ത് നമ്മൾ ഫുഡുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നോക്കുന്ന ഒരു കാരണമാണ് എബിലിറ്റി ടു മാനേജ് വൺസ് ഫുഡ് ബൈയിങ് ആൻഡ് ഈറ്റിംഗ്. ഈ ബൈയിങ് ആൻഡ് ഈറ്റിംഗ് ഇപ്പം നമ്മൾ കൂടുതൽ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കുക. അപ്പം കൂടുതൽ ഇപ്പം നമ്മൾ പഴയതായിട്ടിരിക്കുന്ന ഫുഡ് കഴിക്കുക, കൂടുതൽ നമ്മൾ വറുത്തതും പൊരിച്ചതും ഒക്കെ എടുത്ത് വാങ്ങിച്ച് കഴിക്കുക. ഇതൊക്കെ നമ്മൾ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടുണ്ടാകുന്ന ഡിസോർഡറാണ്. ദെൻ ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. ആ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് നമ്മൾ കുറേ എണ്ണം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ബുലിമിയ നെർവോസ, അനോറക്സിയ നമ്മൾ കൈയിട്ട് ശ്രദ്ധിക്കുക. ചില സംഗതി നമ്മൾ കഴിക്കുക, ചിലത് ഒട്ടും കഴിക്കാതെ വരിക, ചിലത് നമ്മൾ ഡിപ്രഷൻ വരുമ്പോൾ കൂടുതൽ കഴിക്കുക. ഇതൊക്കെയാണ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദെൻ സെക്സ് ആൻഡ് ഹെൽത്ത്. സെക്സ് ആൻഡ് ഹെൽത്തിനകത്ത് നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഹെൽത്ത് സൈക്കോളജി, ഹെൽത്തിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് നമ്മൾ സെക്സ് നമ്മൾ കൊടുക്കാറുണ്ട്. ഒന്ന്, പലപ്പോഴും നമുക്ക് സെക്സ് മെയിൻലി വി ഡു നോട്ട് നോ വാട്ട് ഈസ് സെക്സ്. അതാണ് അടുത്തൊരു പ്രശ്നം. എന്താണ് സെക്സ്? നമ്മളെപ്പോഴും പറയുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൽ റിലേഷൻഷിപ്പ്, വാട്ട് ഈസ് പോസിറ്റീവ്, വാട്ട് ഈസ് നെഗറ്റീവ് റിലേഷൻഷിപ്പ്. അപ്പം സെക്ഷൽ റിലേഷൻഷിപ്പ് പല രീതിയിലുണ്ട്. ഇപ്പം നമ്മൾ സെക്ഷൽ റിലേഷൻഷിപ്പ് പറയുമ്പോഴത്തേക്ക് നമ്മൾ പല കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എന്താണ് സെക്ഷൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ? ഒന്നിപ്പം സെക്ഷൽ ഡിസോർഡേഴ്സിൽ നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്, ഹെൽത്തുമായിട്ടുള്ള നമ്മൾ പറയുന്നതല്ല, പൊതുവെയുള്ള സെക്ഷൽ ഡിസോർഡേഴ്സ് നമ്മൾ പറയുന്നത്
ഹെൽത്തി സെക്ഷൽ റിലേഷൻഷിപ്പ്. ഹെൽത്തി സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ആരുമായിട്ട് ഏതുമായിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ച് പ്രശ്നമുണ്ട്. അപ്പം കൂടുതൽ ഇങ്ങനെ വരുമ്പോൾ, പ്രൊട്ടക്റ്റഡ് അല്ലാത്ത സെക്സ് വരുമ്പോൾ, സെക്സ് കൂടുതൽ വരുമ്പോൾ, അല്ലെങ്കിൽ മോശമായിട്ട് പലരുമായിട്ട് വരുമ്പോഴത്തേക്കും പലപ്പോഴും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഒരു ഹെൽത്തി സെക്ഷൽ റിലേഷൻഷിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് വരാണ്. സെക്കൻഡ് വന്നത് HIV ആണ്. കാരണം അത് കൂടുതലായിട്ടുണ്ട്. കാരണം വെച്ചാൽ അതും സാധാരണ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മര്യാദയ്ക്ക്, അത് നമ്മൾ പോസിറ്റീവ് ഒരു ഹെൽത്തി സെക്ഷൽ റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്. റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പം സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കും പറയുന്നത്, കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ്. ഫിസിയോളജിക്കൽ ഫാക്ടർ. പിന്നെ നമ്മളുണ്ടാകുന്ന സെക്ഷൽ പ്രോബ്ലംസ്, ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ ലിബിഡോ ചിലർക്ക് കൂടും, ലിബിഡോ ചിലർക്ക് കുറയും. ചിലക്ക് നമ്മൾ മെഡിസിൻസ് കൊണ്ട് ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പം സെക്ഷൽ അർജ് കൂടാം, സെക്ഷൽ അർജ് കുറയാം. അല്ലെ ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ നമുക്ക് സെക്സിന് താല്പര്യമുണ്ട്, ചിലപ്പോൾ നേഴ്സിന് ചില പ്രശ്നങ്ങളുണ്ടാകാം. ആൻഡ് ഫിസിയോളജിക്കൽ ഫാക്ടർ, ശാരീരികമായ പ്രശ്നം, ഒബിസിറ്റി സെക്സിന് പ്രശ്നം ഉണ്ടാക്കാം, ചിലപ്പോൾ അണ്ടർവെയ്റ്റ് സെക്സിന് പ്രശ്നങ്ങളുണ്ടാക്കാം, ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് സെക്സിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. അപ്പം ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾ ചിലപ്പം സെക്സിന് ഇൻഫ്ലുവൻസ് ചെയ്യും. ആങ്സൈറ്റി, ദാറ്റ് ഇസ് കോൾഡ് പെർഫോമൻസ് ആങ്സൈറ്റി. ചിലർക്ക് പെർഫോം ചെയ്യാനായിട്ട് വരുമ്പം, എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിലൊക്കെ വരുമ്പോഴത്തേക്ക്, ദെൻ ഇറ്റ് വിൽ അഫക്റ്റ് the relationship. Then relationship issue, ചിലവായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റാതെ വരുന്ന സംഗതികൾ. അപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കണം ഈ ഒരു ഭാഗം, ഫിസിക്കൽ ആൻഡ് ഇൽനെസ് എക്സ്പീരിയൻസസ്. ഇൽനെസ് റിലേറ്റഡ് ടു ഫുഡ് ആൻഡ് ഡയറ്റ് ഒബിസിറ്റി ആണ് നമ്മൾ ആദ്യത്തെ നോക്കേണ്ടത്. ഈ ഫിസിക്കൽ ഇൽനെസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിനി എടുക്കാൻ പറ്റും, അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പറ്റും. ഫിസിക്കൽ ഇൽനെസ് നമ്മൾ പറയുമ്പോൾ, ഒന്ന് ഇൽനെസ് റിലേറ്റഡ് ടു ഫുഡ്, ഡയറ്റ്, ഒബസിറ്റി. ഫുഡ് എന്ന് വെച്ചാൽ ഏത് തരത്തിലുള്ള ഫുഡ് കഴിക്കുക, ഡയറ്റ് എങ്ങനെ കഴിക്കുന്നത്, ഒന്ന് സമയത്ത് ആഹാരം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ സമയത്ത് കൂടുതൽ തെറ്റായ സമയത്ത് കഴിക്കുക, അതൊക്കെ. ഒബിസിറ്റി വണ്ണം കൂടുക. അപ്പോൾ ഇതിന് കാരണങ്ങൾ ഉണ്ടാകുന്ന കാരണം കാർബോഹൈഡ്രേറ്റ്സ് ആണ്, ലിപ്പിഡ്സ് നമ്മൾ കഴിക്കുന്നതാണ്, പ്രോട്ടീൻസ്, നമ്മൾ പ്രോട്ടീൻ കുറയുകയും കൂടുതൽ പ്രോട്ടീൻസ് പൗഡറൊക്കെ ചിലപ്പോൾ പലരും വണ്ണം വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോട്ടീൻ പൗഡറൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് കഴിക്കുന്നതാണ്. അത് ഡോക്ടറുടെ ഇതില്ലാതെ കഴിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. ദെൻ വൈറ്റമിൻസ്, ധാരാളം ആവശ്യമില്ലാതെ വൈറ്റമിൻസ് ടാബ്ലറ്റ്സ് എടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കുക. അപ്പോൾ മിനറൽസ് നമ്മൾ സാധാരണ ധാതുക്കൾ, നമ്മുടെ അയൺ, ചിലർക്ക് അയൺ വേണമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അയൺ ടാബ്ലറ്റ്സ് ഒക്കെ വാങ്ങിച്ചത് അങ്ങനെ കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകും. എപ്പോഴും നമ്മൾ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആകുമ്പം ഇറ്റ് ഈസ് ബെറ്റർ ഓൾവേസ് നമ്മൾ ഒരു ഡോക്ടറുടെ അഡ്വൈസ് വാങ്ങിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്ട്രക്ടേഴ്സിൻ്റെ ഇത് അഡ്വൈസ് വാങ്ങിച്ചുകൊണ്ട് വേണം ഇതെല്ലാം കഴിക്കും. പ്രത്യേകിച്ച് നമ്മൾ പ്രോട്ടീൻസോ വൈറ്റമിൻസോ മിനറൽസ് ഒക്കെ കഴിക്കും. ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടേക്ക് ആൻ അഡ്വൈസ് ഓഫ് എ ഡോക്ടർ. ദെൻ ഇൻബോൺ പ്രോസസ്, ജന്മന ഉള്ള ചില പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് നമുക്ക് ഹെൽത്തിനെ നമുക്ക് ബാധിക്കാം. ബൈയിങ് ആൻഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ്, നമ്മളൊരാൾ വാങ്ങിച്ച് കഴിക്കാൻ ഇതുള്ള. പിന്നെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പം ഇതാണ് നമുക്ക് കൂടുതൽ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഹെൽത്തിനകത്ത് പഠിക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ ഇന്ന് പഠിച്ച ഭാഗങ്ങളൊന്നും നോക്കാം. വാട്ട് യു മീൻ ബൈ സ്ട്രെസ്? ആദ്യം സ്ട്രെസ് എന്താണ്, സ്ട്രെസ് എന്തുകൊണ്ട് സ്ട്രെസ് ഉണ്ടാകുന്നു, ഏതൊക്കെ കാരണങ്ങളാണ്, സ്ട്രെസ്സിനെ കാറ്റഗറൈസ് ചെയ്യും, സ്ട്രെസ്സേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഫിസിക്കൽ, സൈക്കോളജിക്കൽ, എൻവയോൺമെൻറ്റൽ, സോഷ്യൽ ഫാക്ടേഴ്സ് ആണ്, ലൈഫ് ഇവൻറ്റ്സ് ആണ് സ്ട്രെസ് ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ. ദെൻ സിംറ്റംസ് ഓഫ് സ്ട്രെസ്, ഫിസിക്കൽ, എമോഷണൽ, സൈക്കോളജിക്കൽ, ബിഹേവിയറൽ സിംറ്റംസ് ആണ് സ്ട്രെസ്സിനെ കുറിച്ച് പഠിച്ചത്. ദെൻ എന്തൊക്കെയാണ് കാരണങ്ങൾ സ്ട്രെസ് ഉണ്ടാകാൻ? ഫ്രസ്ട്രേഷൻ, പ്രഷർ, ലൈഫ് ഇവൻറ്റ്സ്, ദെൻ ഡെയിലി ഹാസിൽസ്, ഇത് പ്രത്യേകം ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് റിസൾട്ട് ഓഫ് സോഷ്യൽ കണ്ടീഷൻസ് ആൻഡ് കോൺഫ്ലിക്റ്റ്, ഇത് നമ്മൾ പ്രത്യേകം നമ്മൾ പഠിക്കണം. എന്തൊക്കെയാണ് സ്ട്രെസ് ഉണ്ടാക്കാൻ സോഴ്സസ്, കാരണങ്ങൾ. ദെൻ എങ്ങനെ സ്ട്രെസ് അളക്കാം, സൈക്കോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ചെക്ക് ലിസ്റ്റ്, ഇൻ്റർവ്യൂ. ദെൻ ആർക്കൊക്കെ സ്ട്രെസ് വരാൻ, അത് പ്രോണേഴ്സ് ഉണ്ടാകാമെന്നുള്ള കാരണം ആർക്കൊക്കെ, ടൈപ്പ് എ പേഴ്സണാലിറ്റി, ദെൻ ഹോസ്റ്റിലിറ്റി, പെർഫെക്ഷനിസം നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാം, പ്രൊക്കാസിനേഷൻ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാം,
ലേൺഡ് ഹെൽപ്ലെസ് ആൻഡ് ലേൺഡ് പെസിമിസം അങ്ങനെ മാനസികമായിട്ട് എന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാരണങ്ങളുണ്ട്. പിന്നെ പേഴ്സണലൈസേഷൻ, പെർമനൻസ്, ദെൻ മോഡറേറ്റേഴ്സ് ഓഫ് LOC, ഹാർഡ്നെസ്, സോഷ്യൽ സപ്പോർട്ട്, ഒപ്റ്റിമിസം ആൻഡ് പെസിമിസം, ജെൻഡർ ആൻഡ് കൾച്ചറൽ. ആർക്കൊക്കെ ഇത് എങ്ങനെ ഇത് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള എഫക്ട് ഓഫ് സ്ട്രെസ് ആൻഡ് പെർഫോമൻസ്. ഒരു പരിധി വരെ സ്ട്രെസ് പ്രൊഡക്ഷൻ പെർഫോമൻസിനെ നന്നായിരിക്കും, പക്ഷെ അതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് ബാധിക്കും. അത് പെർഫോമൻസ്, പ്രൊഡക്ടിവിറ്റി, സ്ട്രെസ് ചില ഏരിയ വരെ, ചെറിയ ഇതുവരെ, അതായത് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ കുട്ടികൾക്ക് ഒരു സ്ട്രെസ് നല്ലതാണ്. തീരെ സ്ട്രെസ് ഇല്ലാതെന്ന് കഴിഞ്ഞാൽ പ്രശ്നം, പക്ഷേ സ്ട്രെസ് കൂടിയാൽ അത് പെർഫോമൻസിനെ ബാധിക്കും. ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. റിലേഷൻഷിപ്പിനും ഒരു പരിധി വരെ സ്ട്രെസ് റിലേഷൻഷിപ്പിന് കുഴപ്പമില്ല. ഒരു പരിധി കഴിഞ്ഞ് സ്ട്രെസ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നെഗറ്റീവ്ലി എഫക്ട് ദ റിലേഷൻഷിപ്പ്. എങ്ങനെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാം? എങ്ങനെ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിന് ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ അല്ലെങ്കിൽ നെഗറ്റീവ് ഫാക്ടേഴ്സുമായിട്ട് നമുക്ക് എങ്ങനെ ചേർന്ന് സ്ട്രെസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. അതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. ദാറ്റ് ഇസ് കോപ്പിംഗ്, ഗോൾസ് ഓഫ് കോപ്പിംഗ്. എങ്ങനെ അതിനെ ചെയ്യാം? അപ്പോൾ ചുറ്റുപാടുകളുള്ള നമ്മൾ എന്തെങ്കിലും സ്ട്രെസ് വരുമ്പം ഗോൾസ് ഫസ്റ്റ് കോപ്പിംഗ് ചെയ്യേണ്ട, ഗോൾസ് ബേസ്ഡ് കോപ്പിംഗ് ആണെങ്കിൽ ചുറ്റുപാടുകളുള്ള എൻവയോൺമെന്റൽ പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, എങ്ങനെ നെഗറ്റീവ് സിറ്റുവേഷനുമായിട്ട് നമുക്ക് ചേർന്ന് ജീവിക്കാൻ പറ്റും, എങ്ങനെ ഒരു പോസിറ്റീവ് എമോഷൻ, സെൽഫ് ഇമേജ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും, ഒരു ബാലൻസ് എമോഷണൽ പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്നത്, എങ്ങനെ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് നമുക്ക്. നമ്മൾ ഈ സ്ട്രെസ്, ഇതൊക്കെയാണ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് സ്ട്രെസ്സുമായിട്ട് നേരിടാം, എങ്ങനെ അതിനെ ആയിട്ട് നമുക്ക് കോപ്പി ചെയ്ത് ജീവിക്കാം. ദെൻ കോപ്പിംഗ് സ്റ്റൈൽസ് ഉണ്ട്. പ്രോ ആക്റ്റീവ് ആണ്, അവോയ്ഡൻസ് കോപ്പിംഗ് ഉണ്ട്. ആദ്യം അക്യുമുലേഷൻ ഓഫ് റിസോഴ്സ്, കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഐഡന്റിഫൈങ്, ആൻറ്റിസിപ്പേറ്റിംഗ് ദ പൊട്ടൻഷ്യൽ സ്ട്രെസ് ഉണ്ടാകാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുക. അതിന് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്യുക. അതിന് എഫേർട്ട് ഇട്ട് കോപ്പി വിത്ത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ചേർന്ന് ജീവിക്കാൻ സാധിക്കും. ആൻഡ് അത് കഴിഞ്ഞ് ഒരിക്കലും സ്ട്രെസ് ചെയ്യുന്ന ഫീഡ്ബാക്ക് നമ്മൾ തന്നെയാണ്, അല്ലെങ്കിൽ സ്ട്രെസ് എങ്ങനെ നമ്മൾ ഓവർകം ചെയ്തു നോക്കുക. പിന്നെ എമോഷണൽ, വൈകാരികമായിട്ട് നമ്മൾ സ്ട്രെസ്സിനെ ഫോക്കസ് ചെയ്യുക. ദെൻ പ്രോബ്ലം ഫോക്കസ്. രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് വൈകാരികമായി നമ്മൾ എങ്ങനെ സ്ട്രെസ്സിനെ നമുക്ക് നേരിടാം, ഒന്ന് ഒരു പ്രശ്നത്തെ ബേസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് സ്ട്രെസ്സിനെ നേരിടാൻ പറ്റും. ഡിഫറെൻറ്റ് ടെക്നിക്സ് അത് റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്, മെയിൻലി ജേക്കബ്സൺ റിലാക്സേഷൻ ടെക്നിക്സ്. ദെൻ മെഡിറ്റേഷൻ, യോഗയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ ആസനങ്ങളും നമുക്ക് എല്ലാത്തിനും പറ്റില്ല. അതിന് നമ്മുടെ സ്ട്രെസ് അനുസരിച്ച് സ്ട്രെസ്സിന് ചേരുന്ന, അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള യോഗ ചെയ്യാം. മൈൻഡ്ഫുൾനെസ്, നമ്മുടെ മനസ്സിനെ നമ്മൾ വികസിപ്പിച്ചെടുക്കുക. ബയോ ഫീഡ്ബാക്ക്, സ്ട്രെസ് ഉണ്ടാകുന്ന സിറ്റുവേഷനുകൾ നമ്മൾ മനസ്സിലാക്കി അത് ഏതൊക്കെയാണ് നമ്മൾ ബയോ ഫീഡ്ബാക്ക്, സ്ട്രെസ് ഉണ്ടായ സിറ്റുവേഷനുകൾ മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ശ്രമിക്കുക. ദെൻ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്, നമ്മുടെ കാഴ്ചപ്പാട്, പെർസെപ്ഷൻ, ഒരു സംഗതി, ഒരു സിറ്റുവേഷൻ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ മാറ്റുക. ദാറ്റ് ഈസ് കോൾഡ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. ദെൻ ടൈം മാനേജ്മെന്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ്സിനകത്ത് ടൈം മാനേജ്മെന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾവേസ് സ്ട്രെസ് ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. ടൈം പഠിച്ചിരിക്കുന്നത് അതിനെ എങ്ങനെ ടൈം മാനേജ് ചെയ്യാം, എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം സ്ട്രെസ് മാനേജ്മെന്റും ടെക്നിക്സ് നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കണം. ഏതൊക്കെ ഇതാണ്, അത് അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ്, ഏതൊക്കെ യോഗ നമുക്ക് ഹെൽപ്പ് ചെയ്യും. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ബയോ ഫീഡ്ബാക്ക് നമുക്ക് എടുക്കാം. പിന്നെ ദെൻ ഫിസിക്കൽ ഇൽനെസ്, ഫുഡ് ഹാബിറ്റ്സും അതും ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈറ്റിംഗ് ഡിസോർഡേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. വാട്ട് ഇസ് ഹെൽത്ത് പ്രോബ്ലംസ്, എന്തൊക്കെയാണ് ഹെൽത്ത് പ്രോബ്ലംസ്, അത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ റിലാക്സ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നതാണ്. താങ്ക് യു. നമ്മൾ ഇത് കഴിയും ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊന്നും കൂടെ കൂടുതലായിട്ട് സ്ട്രെസ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ്. താങ്ക് യു വെരി മച്ച്.